തുടങ്ങാല്ലേ? എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം നമ്മൾ ആരംഭിക്കുകയാണ്. ആയുർവേദ വിഭാഗത്തിലെ മുൻ അധ്യക്ഷനും ഇപ്പോഴത്തെ അഡ്ജന്റ് ഫാക്കൽറ്റിയുമായിട്ടുള്ള ജേക്കബ് തോമസ് സർ, ഇന്നത്തെ ബോർഡ് ഓഫ് അഡ്ജുഡിക്കേറ്റേഴ്സ് ചെയർപേഴ്സണായി എത്തിയിട്ടുള്ള ബഹുമാനീയായ ഡോക്ടർ MD ഷീഫ, അതേപോലെ തന്നെ ഇന്നത്തെ പ്രബന്ധത്തിൻ്റെ സംഗ്രഹം അവതരിപ്പിക്കുകയും ഇന്നത്തെ പ്രോഗ്രാമിൽ അവാർഡിന് വേണ്ടിയിട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഗവേഷക വിദ്യാർത്ഥിയും ആയുർവേദ വിഭാഗത്തിലെ ഫാക്കൽറ്റി മെമ്പറുമായിട്ടുള്ള ഡോക്ടർ ഇട്ടൂബ് ജെ അഞ്ചേരി, ആയുർവേദത്തിൻ്റെ മറ്റു കോഴ്സുകൾ നടത്തുന്ന ഏറ്റുമാനൂരിലെ പ്രാദേശിക കേന്ദ്രത്തിലെ ക്യാമ്പസ് ഡയറക്ടർ ഡോക്ടർ ചന്ദ്രബദന ടീച്ചർ, ഈ പരിപാടിയിൽ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് തന്നിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, അധ്യാപകരെ, ഗവേഷകരെ, വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമസ്കാരം. സംസ്കൃത സർവകലാശാലയിലെ ആയുർവേദ വിഭാഗത്തിലെ ഗവേഷക വിദ്യാർത്ഥിയായ ഡോക്ടർ ഇട്ടൂബ് ജെ അഞ്ചേരിയുടെ An interpretation of വിഷചികിത്സ ട്രഡീഷൻ ഇൻ കേരള എന്ന ഗവേഷണ പ്രബന്ധത്തിന്റെ മേലുള്ള വൈവ വോസി ഓപ്പൺ ഡിഫൻസ് എക്സാമിനേഷനാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. സംസ്കൃത സർവകലാശാലയിലെ ആയുർവേദ വിഭാഗത്തെ സംബന്ധിച്ച് നീണ്ട 25 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു പഠന വിഭാഗമാണ് ആയുർവേദ വിഭാഗം. നിരവധി 15ഓളം ഗവേഷണ പ്രബന്ധങ്ങൾ അവാർഡ് ചെയ്തിട്ടുള്ള സ്ഥാപനം എന്ന രീതിയിൽ അക്കാദമിക രംഗത്ത് ഈ വിഭാഗം വളരെ ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഇതിന് ഉള്ളിൽ തന്നെ ഗവേഷണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കാലടി മുഖ്യ കേന്ദ്രത്തിലാണ്. 2 കോഴ്സുകൾ, ഡിപ്ലോമ കോഴ്സുകൾ, ഡിപ്ലോമ ഇൻ ആയുർവേദ, പഞ്ചകർമ്മ ആൻഡ് ഇന്റർനാഷണൽ സ്പാ തെറാപ്പി, അതേപോലെ തന്നെ PG ഡിപ്ലോമ ഇൻ വെൽനസ് ആൻഡ് സ്പാ മാനേജ്മെന്റ് എന്നീ 2 ഡിപ്ലോമ കോഴ്സുകൾ ആയുർവേദ വിഭാഗം നടത്തുന്നുണ്ട്. അത് ഏറ്റുമാനൂരിലെ ക്യാമ്പസിലാണ് നടക്കുന്നത്. ഈ 2 കോഴ്സുകൾക്ക് പുറമെ മറ്റ് ആയുർവേദ രംഗത്ത് മറ്റ് പല പ്രവർത്തനങ്ങളും ആയുർവേദ വിഭാഗം നടത്തി വരുന്നുണ്ട്. ഇന്നത്തെ ഓപ്പൺ ഡിഫൻസിന്റെ വിഷയം ആൻ ഇന്റർപ്രിട്ടേഷൻ ഓഫ് വിഷചികിത്സ ട്രഡീഷൻ ഇൻ കേരള എന്നുള്ളതാണ്. നമുക്കറിയാം, ആയുർവേദ വിഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചികിത്സാ വിഭാഗമാണ് വിഷചികിത്സാ വിഭാഗം എന്നറിയാം. അഷ്ടാംഗ ഹൃദയത്തിലെ 8 അംഗങ്ങളിലെ 6ാമത്തെ അംഗമായിട്ടുള്ള അഗതതന്ത്രം, ആ അഗതതന്ത്രത്തിലെ ആണ് വിഷചികിത്സയെക്കുറിച്ച് വിശദമായിട്ട് പ്രതിപാദിക്കുന്നത് എന്ന് നമുക്കറിയാവുന്നതാണ്. അഗതതന്ത്രം എന്നുള്ള വാക്കുകൊണ്ട് തന്നെ സൂചിപ്പിക്കുന്നത് ഗതമല്ലാത്തത് എന്നുള്ളതാണ്. ഗതം എന്ന് പറഞ്ഞാൽ രോഗമെന്നും അതേപോലെ തന്നെ വിഷമെന്നൊക്കെ അർത്ഥമുണ്ട്. വിഷമില്ലാത്തത്, വിഷമിറക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ അഗതതന്ത്രം ചർച്ച ചെയ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം പല സംഹിതകൾ, ആയുധ സംഹിതകള്, ഗൽഗത സംഹിതകള് തുടങ്ങിയിട്ടുള്ള, അതുപോലെ തന്നെ ഭാവപ്രകാശം, സംഗ്രഹം തുടങ്ങിയിട്ടുള്ള കുറെ ഗ്രന്ഥങ്ങളിൽ ഇത്തരത്തിലുള്ള അഗതതന്ത്രത്തെ കുറിച്ചുള്ള പ്രതിപാദ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും.
കേരളത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം കേരളത്തിന് ആയുർവേദത്തിന്റെ വലിയ ഒരു പാരമ്പര്യമുണ്ട് എന്ന് നമുക്കറിയാം. അത് ടെക്സ്റ്റലായിട്ടും അതേപോലെ തന്നെ ഓറലായിട്ടുമുള്ള പാരമ്പര്യമാണ്. വാമൊഴിയായിട്ടും വരമൊഴിയായിട്ടുമുള്ള ഒരുപാട് പാരമ്പര്യങ്ങൾ ഉള്ളതാണ് വിഷയത്തിന് പ്രത്യേകിച്ച് നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ധാരാളം വൈദ്യന്മാര് നമുക്കറിയാം, നാടൻ വൈദ്യന്മാരും മറ്റ് ഋഷിഗുരുന്മാരൊക്കെ ഈ മേഖലയിൽ ധാരാളം കോൺട്രിബ്യൂഷൻസുകൾ ചെയ്തു തരുന്നുണ്ട് എന്ന് നമുക്കറിയാം. അതോടൊപ്പം തന്നെ സംസ്കൃതത്തിലായാലും മലയാളത്തിലായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ഗ്രന്ഥങ്ങൾ ഉണ്ട്. അതൊക്കെ ഇവിടെ വളരെ വിശദമായിട്ട് അദ്ദേഹത്തിന്റെ പ്രബന്ധത്തിൽ രേഖപ്പെടുത്തിയിട്ടതൊക്കെ ഇവിടെ പറയുന്നതായിരിക്കും. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നമുക്കറിയാം നമ്മുടെ വിഷചികിത്സാ രംഗത്തും മറ്റു രംഗത്തുമൊക്കെ നമുക്കൊരു ശാസ്ത്രീയമായിട്ടുള്ള സമീപനം, പ്രത്യേകിച്ച് ആധുനിക ലോകത്ത് അലോപ്പതിയുടെയൊക്കെ ഈ ഒരു ഏറ്റവും കൂടുതലുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ നടക്കുന്ന ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ശാസ്ത്രീയത ഇതിൽ നമുക്ക് അത്യാവശ്യമാണ്. അത്തരം ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ആയുർവേദത്തിലെ കേരളത്തിലെ പാരമ്പര്യത്തിന്റെ ഒരു ഡോക്യുമെന്റേഷനും ഇന്റർപ്രിട്ടേഷനും സംബന്ധിച്ച് വളരെ സൂക്ഷ്മമായ രീതിയിലുള്ള ഒരു പഠനമാണ് ഇട്ടുപ്പ് നടത്തിയിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇട്ടുപ്പിന്റെ ഈ ഒരു വിഷയം ആയുർവേദ രംഗത്തും അതോടൊപ്പം തന്നെ വിഷചികിത്സാ മേഖലയിലും വലിയ രീതിയിലുള്ള ഒരു സംഭാവന നൽകാൻ സാധിക്കും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അദ്ദേഹത്തിന് എൻ്റെ ആശംസകൾ നേരുന്നു. ഞാനിപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്, എൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവരെയും ആദ്യമായി ആശംസിക്കുകയാണ്. ആദ്യം എനിക്ക് സ്വാഗതം ചെയ്യാനുള്ളത് ഇന്ന് ഇവിടെ ചെയർപേഴ്സൺ ആയിട്ട് വന്നിട്ടുള്ള, അതായത് 3 പരീക്ഷകരാണ് ഈ ഗവേഷണ പ്രബന്ധം എക്സാം ചെയ്തിട്ടുള്ളത്. അതിലെ ഒരാളായിട്ടുള്ള ബോർഡ് ഓഫ് അഡ്ജുഡിക്കേറ്റേഴ്സിലെ ചെയർപേഴ്സൺ എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഇവിടെ ഈ ആയുർവേദവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും സുപരിചിതയായിട്ടുള്ള ഡോക്ടർ MD ഷീബ ടീച്ചറാണ്. ഷീബ ടീച്ചർ നമുക്കറിയാം വൈദ്യരത്നം ആയുർവേദ കോളേജിലെ, ഒല്ലൂരിലെ വൈദ്യരത്നം ആയുർവേദ കോളേജിലെ പ്രിൻസിപ്പളാണ്, ബഹുമാനപ്പെട്ട പ്രിൻസിപ്പളാണ്. അതേപോലെ തന്നെ ടീച്ചറുടെ ഒരു ബയോഡാറ്റ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അത് പറയാനുള്ള ഒരു അത്രയും കൂടുതൽ എന്താ പറയുക അക്കാഡമിക് കാര്യങ്ങൾ ടീച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ചികിത്സാ രംഗത്തും മറ്റു വൈദ്യരംഗത്തൊക്കെ സോഷ്യൽ രംഗത്തൊക്കെ ടീച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ടീച്ചർ ആയുർവേദത്തിലെ MD ബിരുദധാരിയാണ്. അതേപോലെ തന്നെ MSW, MBA, 2 PG ഡിപ്ലോമ കോഴ്സുകളൊക്കെ ചെയ്തിട്ടുള്ള ഒരു അക്കാഡമിഷ്യനാണ് ടീച്ചർ. അതേപോലെ തന്നെ നിരവധി 4ഓളം പുസ്തകങ്ങൾ ഈ മേഖലയിൽ ടീച്ചർ രചിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 10ഓളം ആർട്ടിക്കിൾ. അത് മാഷിവിടെ പറഞ്ഞതുപോലെ ഞാനത് അവസാനം പറയാമെന്ന് വിചാരിച്ചതാണ്. ഞങ്ങൾക്ക് അതിലേറെ സന്തോഷമുള്ളത് സംസ്കൃത സർവകലാശാല ആയുർവേദ വിഭാഗത്തിലെ ഗവേഷക വിദ്യാർത്ഥിയും ഇവിടുന്ന് ഗവേഷണം ചെയ്ത് PhD എടുത്തിട്ടുള്ള ഞങ്ങളുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് എന്നുള്ളതിൽ ഞങ്ങൾക്ക് വളരെ അഭിമാനവും സന്തോഷവുമുണ്ട്. അതേപോലെ തന്നെ ടീച്ചർ ഒരുപാട് ഇന്റർനാഷണൽ നാഷണൽ ലെവലിലൊക്കെ ഒരുപാട് 30ഓളം പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ 10ഓളം പിയർ ജേണലുകളിൽ ടീച്ചർ ആർട്ടിക്കിൾ ഉണ്ട്. അതേപോലെ തന്നെ സോഷ്യൽ ആക്ടിവിറ്റീസ് ധാരാളം നടത്തുന്നുണ്ട്. കോളേജ് കേന്ദ്രീകരിച്ച് ടീച്ചറുടെ നേതൃത്വത്തില് കോവിഡിന്റെ, പോസ്റ്റ് കോവിഡും അതേപോലെ തന്നെ ട്രിപ്പ് കോവിഡിന്റെയും പ്രിക്കോഷൻസുകൾ എടുക്കുന്ന രീതിയിൽ സാനിറ്റൈസർ അവിടെ തന്നെ നിർമ്മിക്കുന്ന രീതിയിലൊക്കെ എല്ലാ കാര്യങ്ങളും ടീച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ടീച്ചർ ഈ പ്രോഗ്രാമിൽ ടീച്ചർ തന്നെ വന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ടീച്ചറെ വളരെ സ്നേഹാദരത്തോടു കൂടിയിട്ട് ഈ പരിപാടിയിലേക്ക് എല്ലാവർക്കും വേണ്ടി, സംസ്കൃത സർവകലാശാലയ്ക്ക് വേണ്ടി, ആയുർവേദ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി എല്ലാവരുടെയും പേരിൽ ഊഷ്മളമായി സ്വാഗതം ചെയ്യും. മറ്റൊന്ന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സംസ്കൃത സർവകലാശാലയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ആയുർവേദ ഡിപ്പാർട്ട്മെന്റ് ഇത്രയും നല്ല രീതിയിൽ ഇവിടെ വരെ എത്തിച്ചത് നമ്മളുടെ ഡോക്ടർ ജേക്കബ് തോമസ് സാറാണ്. ഞാനിപ്പോൾ വളരെ അടുത്ത കാലത്ത് ഇതിന്റെ ഒരു ചാർജ് ടീച്ചർ സാറ് റിട്ടയർ ചെയ്ത സമയത്ത് ചാർജ് ഏറ്റെടുത്തു എന്നേ ഉള്ളൂ. ഇപ്പോഴും കാര്യങ്ങളൊക്കെ സാറിന്റെ നിർദ്ദേശങ്ങളെ കൊണ്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. ജേക്കബ് സാർ നമുക്കറിയാം റിട്ടയർഡ് പ്രൊഫസറാണ്, മുൻ HOD ആണ്, ദീർഘകാലം ഈ സർവകലാശാലയിൽ ആയുർവേദ ഡിപ്പാർട്ട്മെന്റിനെ നയിച്ചിട്ടുള്ളതാണ്. ഒരു അക്കാദമിക മുഖം പൂർണ്ണമായ അർത്ഥത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് സാറാണ്. സാറിന്റെ കീഴിൽ ഇവിടെ ഒരുപാട് വിദ്യാർത്ഥികൾ, നേതൃത്വത്തിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ഇവിടെ ഗവേഷണം നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോഴും അഡ്ജന്റ് ഫാക്കൽറ്റിയാണ്, അഡ്ജന്റ് പ്രൊഫസർ ആയിട്ട് ടീച്ചർ സാർ ഇപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഏറ്റുമാനൂരിലെ കോഴ്സുകൾ നടത്തിക്കൊണ്ടുപോകുന്നത് സാറും സാറിന്റെ കൂടെയുള്ള ഞങ്ങളുടെ ഫാക്കൽറ്റി വർക്കിലെ ആളുകളാണ്. അതുകൊണ്ട് സാറിനെ കുറിച്ച് ബാക്കി കൂടുതൽ കാര്യങ്ങൾ ഇവിടെ പറയേണ്ടതില്ല, എല്ലാവർക്കും അറിയാം എന്നുള്ളത് കൊണ്ട്
ഒരുപാട് അക്കാഡമിക് രംഗത്തും അതേപോലെ തന്നെ ഈ വൈദ്യരംഗത്തും ഒക്കെ ഡോക്ടർ എന്നുള്ള രീതിയിലുമൊക്കെ വളരെ വലിയ സേവനങ്ങളാണ് സാറ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാറിനെയും ഔപചാരികതയുടെ പേരിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ മറ്റൊന്ന് ഇപ്പം ഇവിടെ സന്നിഹിതരായിട്ടുള്ളത് നമുക്ക് ഡോക്ടർ ഇട്ടൂപ്പ് ജെ അഞ്ചേരിയാണ്. ഇട്ടൂപ്പ് ജെ അഞ്ചേരി ഒരു ഗവേഷക വിദ്യാർത്ഥി മാത്രമല്ല ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാമാണ് എന്ന് തന്നെ ഞാൻ ഈ സ്ഥാനത്ത് നിന്നുകൊണ്ട് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഇട്ടൂപ്പ് ഇവിടുത്തെ ഞങ്ങളുടെ ഗസ്റ്റ് ഫാക്കൽറ്റിയാണ്, ഇവിടുത്തെ ഫാക്കൽറ്റി മെമ്പറാണ്. ആയുർവേദത്തിന്റെ ഡിപ്ലോമ കോഴ്സുകൾ നടത്തിക്കൊണ്ടുപോകുന്നത് ഇട്ടൂപ്പ് ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്നിട്ടാണ്. അതേപോലെ തന്നെ അദ്ദേഹം ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. ഞങ്ങൾക്കറിയാം ഇവിടെ സർവകലാശാലയ്ക്ക് ആയുർവേദ ഡിപ്പാർട്ട്മെന്റ് നാക് അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട്. ആ നാക് അക്രഡിറ്റേഷന്റെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ കോർഡിനേറ്ററാണ്. അതുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇട്ടൂപ്പാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത്, അദ്ദേഹം ഇവിടുത്തെ സർവകലാശാലയുടെ ഹെൽത്ത് സെന്ററിലെ ആയുർവേദ ഒപിയിലെ മെഡിക്കൽ ഓഫീസറായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരേ സമയത്ത് അവിടെ പഠനവും ഇവിടെ ചികിത്സയും എന്നുള്ള രീതിയിൽ ഒരേ സമയത്ത് രണ്ടും നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഇട്ടൂപ്പ്. അതോടൊപ്പം തന്നെ ഈ കോവിഡ്-19 ഈ സാഹചര്യത്തിൽ ഈ സർവകലാശാല ജീവനക്കാർക്കും അധ്യാപകർക്കും അവരുടെ ബന്ധുക്കൾക്കൊക്കെ വേണ്ട മരുന്നുകൾ, അവർക്ക് വേണ്ടിയിട്ടുള്ള ഇമ്മ്യൂണിറ്റി മെഡിക്കൽ കിറ്റുകൾ ഗവൺമെന്റിന്റെ ഭാരതീയ ചികിത്സാ കേന്ദ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ മുഴുവൻ ആളുകൾക്കും വിതരണം ചെയ്തിട്ടുണ്ട്. അത് കോവിഡിന് മുമ്പുള്ള ായാലും ശരി, കോവിഡിന് ശേഷമുള്ള ആളുകൾക്കായാലും ശരി, അത് വിതരണം ചെയ്തു എന്ന് പറയുന്നത് ആയുർവേദ ഡിപ്പാർട്ട്മെന്റ് തന്നെ അഭിമാനം നൽകുന്ന കാര്യമാണ്. അതും നേതൃത്വം നൽകിയത് ശ്രീ ഇട്ടൂപ്പ് തന്നെയാണ്. അദ്ദേഹമാണ് ഇന്ന് അദ്ദേഹത്തിന്റെ പ്രബന്ധമാണ് ചർച്ച ചെയ്യുന്നത്. അദ്ദേഹത്തെയും വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. മറ്റൊന്ന് സ്വാഗതം ചെയ്യാനുള്ളത് നേരത്തെ സൂചിപ്പിച്ച ചന്ദ്രവദന ടീച്ചറാണ്. ടീച്ചർ ഏറ്റുമാനൂരിൽ നിന്ന് ജോയിൻ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ടീച്ചറും ഇതേപോലെ തന്നെ ആയുർവേദത്തിന്റെ 2 കോഴ്സുകൾ അവിടെ നടക്കുകയാണ്. ആ കോഴ്സിന്റെ ഉത്തരവാദിത്തം ടീച്ചറാണ് അത് എന്നെ ചുമതല വഹിക്കുന്നത്. വളരെ നല്ല രീതിയിൽ എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകാനും ആയുർവേദത്തിന്റെ എല്ലാ പരിപാടികളിലും വളരെ സജീവമായിട്ട് ഇടപെടുന്നതിലും ടീച്ചർ നൽകുന്ന സഹായം വളരെ വലുതാണ്. ടീച്ചറെയും ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മറ്റുള്ളത് ഒരുപാട് ആളുകൾ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഒരുപാട് ആളുകൾ ഇതിൽ വന്നു ചേർന്നിട്ടുണ്ട്. വിശിഷ്ട വ്യക്തികളുണ്ട്. ആ വിശിഷ്ട വ്യക്തികളെയും ഓരോരുത്തരെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ഇതിൽ വന്നു ചേർന്നിട്ടുള്ള വിശിഷ്ട വ്യക്തികൾ, അതേപോലെ തന്നെ ഞങ്ങളുടെ ഫാക്കൽറ്റിയിലെ അധ്യാപകരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, മറ്റ് ആയുർവേദ കോളേജുകളിൽ നിന്നും മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും യൂണിവേഴ്സിറ്റികളിൽ നിന്നും വന്നിട്ടുള്ള അധ്യാപകരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, ഗവേഷകരുണ്ട്. ഇതൊക്കെ കൂടാതെ മറ്റ് സുഹൃത്തുക്കളുണ്ട്. ഇവരെ എല്ലാവരെയും സ്നേഹോഷ്മളമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും. അതോടൊപ്പം തന്നെ ഇട്ടൂപ്പിന്റെ അച്ഛനായിട്ടുള്ള ശ്രീ ഇട്ടൂപ്പ് നമ്മുടെ സർവകലാശാലയുടെ ഉയർന്ന പദവിയിൽ ഇരുന്നു കൊണ്ട് ദീർഘകാലം നയിച്ചിട്ടുള്ള ഒരാളാണ് ഇട്ടൂപ്പ് സാറ്. ഇട്ടൂപ്പ് സാറിനോടൊപ്പം എനിക്ക് കൊയിലാണ്ടി സെന്ററിലൊക്കെ വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് വലിയ അനുഭവമാണ്. സാറും ഞങ്ങളോടൊപ്പം സന്നിഹിതരായിട്ടുണ്ട്. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും വളരെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈ പരിപാടി നിയന്ത്രിക്കുന്നതിന് വേണ്ടി, നടത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടി ബോർഡ് ഓഫ് അഡ്ജുഡിക്കേറ്റേഴ്സിന്റെ ചെയർപേഴ്സൺ ആയിട്ടുള്ള ഡോക്ടർ MD ഷീബ മേഡത്തോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സർ. Department of Ayurveda, HOD Dr. Satyam sir, former HOD and research guide Dr. Jacob Thomas sir, Dr. Ittu sir, ഇന്ന് ഓപ്പൺ ഡിഫൻസിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ ഫാക്കൽറ്റീസ്, സ്റ്റുഡൻസ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഡോക്ടർ ഇട്ടൂപ്പ് ജെ അഞ്ചേരിയുടെ ഓപ്പൺ ഡിഫൻസ് ആണ് ഇവിടെ നടക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ റിസർച്ച് വർക്കിൻ്റെ ടൈറ്റിൽ ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് വിഷചികിത്സ ട്രഡീഷൻ ഇൻ കേരള എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ള തീസിസ് വർക്കിൻ്റെ ഓപ്പൺ ഡിഫൻസ് ആണ് ഇന്ന് നമ്മളിവിടെ നടത്തുന്നത്. അതിൽ ഇവാലുവേറ്റേഴ്സിൻ്റെ പാനലിൽ ഞാനും കൂടെ ഉൾപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ
വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു റിസർച്ച് വർക്കാണ് ഡോക്ടർ ഇറ്റോപ്പ് നടത്തിയിട്ടുള്ളതെന്ന് എനിക്ക് വളരെ സന്തോഷത്തോടുകൂടി പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിപ്പോൾ അദ്ദേഹം ഇവിടെ പ്രസന്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതിനുശേഷം എല്ലാവർക്കും അത് ഒരു ഓപ്പൺ ഡിഫൻസിലേക്ക് അത് നമുക്ക് തരും. നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ച് ചോദിക്കാവുന്നതാണ്. ഇങ്ങനെ ഒരു അവസരത്തിൽ എനിക്ക് ഇവിടെ വരാൻ സാധിച്ചതിൽ ഞാൻ എല്ലാ ഫാക്കൽറ്റീസിനോടും ഞാൻ നന്ദി പറയുന്നു. പ്രത്യേകിച്ചും ഡോക്ടർ ജേക്കബ് സാറിനോട്, അതുപോലെ തന്നെ ഇതിന് എന്നെ ഉൾപ്പെടുത്തിയ ഡോക്ടർ HOD ഡോക്ടർ സത്യൻ സർ, എല്ലാവരോടും ഈ ഒരു അവസരത്തിൽ ഞാൻ അതിൻ്റെ നന്ദി പറയുകയും കൂടെ ചെയ്യുകയാണ്. ഡോക്ടർ ഇറ്റോപ്പിൻ്റെ ഒരു ഇവാലുവേറ്റർ ആയിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. വളരെ നല്ല രീതിയിലുള്ള ഒരു റിസർച്ച് വർക്കാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു വർക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയിട്ട് ഡോക്ടർ ഇറ്റോപ്പിനെ തീസിസ് പ്രസന്റേഷന് വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ്. എല്ലാവിധ ആശംസകളോടും കൂടി ഡോക്ടർ അത് നടത്തും. Good morning, everybody. I welcome you all to my research presentation on the topic An Interpretation of the Vishchikitsa Tradition in Kerala. I am guided by Dr. Jacob Thomas Pudupalli. My thesis is actually divided into 10 chapters, starting from the introduction, aims and objectives, relevance of study, review of literature, methodology, and then the results, discussion, conclusion, references, and bibliography. All these 10 chapters have been described in the thesis in a total number of 383 pages, and an abstract of the thesis will be presented here in the coming slides. Coming to the introduction. In Ayurveda, 8 specialty branches are mentioned, popularly known as the Ashtangas of Ayurveda.
And among them, Agatha or Vishajikitsa deals with toxins of animate or inanimate origin. The foreign invaders were actually surprised to know the clinical skill of ancient Indian toxicologists. The geographical importance of Kerala due to its location. The geographical importance of Kerala, being located in between the Western Ghats and the Arabian Sea, we have a high rate of snakebite prevalence. Our forests and grasslands are inhabited by extraordinary varieties of plant and animal species like the poisonous creatures, the poisonous plants, reptiles, insects, and everything. And here, majority of the population led an agrarian livelihood, which increased the chances of envenomation. And due to this increased incidence rate, the demand of an efficient poison management system was inevitable. The enormous literature available on Vishajikitsa in Malayalam Sanskrit mixed composition is a proof of the same. And all these literatures are available in palm scripts or books like the popular books are Jolsnika, Prayoga Samuchayam, Lakshanamurdam, Kriyakamurti, etc. Coming to the aim of my study, to study the contributions of indigenous Vishajikitsa tradition of Kerala to the broader system of Vishajikitsa in Ayurveda. And the objectives chosen were to examine the practices and contributions of Vishajikitsa tradition of Kerala, to explore the reasons for its decline, and to examine the scope of reviving this glorious tradition. The relevance of the study was Vishajikitsa tradition of Kerala, its origin, development, exclusive practices and contributions was an unexplored area of research. The Vishwaidyas of Kerala were experts in managing all types of poisoning cases, but it later declined due to various reasons. And now, this age-old tradition is on the verge of extinction. So hence, an attempt is made to demystify and scientifically approach Kerala's contributions to the branch of Agatha in Ayurveda. Coming to the methodology, the study tools selected was a semi-structured questionnaire was designed with open-end questions for in-depth interviews with the participants. A panel of experts for discussion was also prepared, and domains were identified based on practices for the sake of discussion. The study setting was confined to the state of Kerala by meeting all the living practitioners of traditional Vishajikitsa, satisfying the selection criteria. And the study population, all Vishajikitsa practitioners of Kerala who can provide the necessary information and can comprehend the questions with sufficient intact cognition and sensorium, and who satisfied the following selection criteria. And the selection criteria was practitioners of traditional Vishajikitsa residing and practicing in Kerala. They should be registered or recognized by any government agency for clinical practice in Kerala, and they should have a minimum clinical experience of 20 years. And the exclusion criteria was unqualified or quacks in Vishajikitsa practitioners. They were not included in the study. Coming to sample size, as the study population was minimal, the entire population satisfying the selection criteria was included in the study, and purposive sampling method was selected, and the data collection was done in two different modes. One through in-depth interview, and then a literary survey was also conducted. So the study was designed into two phases.
At first a literary review and then a survey study through in-depth interview. And the themes selected for in-depth interview was the extent of practice, education, practice of Visha, problems faced in practice, reasons for decline, the medicines and formulations used for Visha, and the measures to revive. The probes were origin of Visha in Kerala, the specific use of mantras in treatment, specific Dodalakshana followed, specific texts or manuscripts followed, specific treatment modalities used, specific formulations used, and the documentation of Visha cases. And the preparation of questionnaire, the problems associated with Visha practice were identified at first, and the areas were demarcated to frame questions for interview. And on assessment of problems and areas, a questionnaire in Malayalam language was framed, and then the draft questionnaire was sent to 5 academic experts, and the suggested changes were effected. And at first, a pilot study was conducted among 3 participants to check the sufficiency of outcome. And after completion of pilot study, a survey proper was conducted, covering a road distance of about 2,400 kilometers across Kerala in 2 different phases, in the North Zone and South Zone. And all interviews were recorded in audio-visual format with the help of a technical assistant in a time frame of 90 to 150 minutes each. Coming to analysis, after completion of interview, the whole data was transcribed and discussed with experts, and the data was segregated and interpreted according to 52 domains identified. And then the data was systematically analyzed through coding, and file cuts were made for each code with a data summary format. And data was again scrutinized by repeated reading and modifying the codes. The codes related to any broad topic or issues were clustered together as particular themes. And from these interpretations and discussions with experts, valid conclusions were drawn at last. And then 52 coming to the results of my study, the first domain was age of practitioners at the time of interview. The youngest participant was of 43 years old, and 2 elder ones were of 90 years old. Hence, the mean age obtained was 78.5 years. And then lineage of practitioners, highest lineage of Visha practice recorded in the study was of 6th generation. And the lowest among them was of 1st generation. And then experience in Visha, least experience was of 20 years, and the highest experience was of 73 years. And the mean period was 57 years. And then the relation of the participants with the teachers. 50% of the participants were taught by their immediate relatives, like parents, grandparents, or uncle only, whereas 32% studied only from gurus outside their family. And 18% learned both from gurus and from immediate relatives simultaneously. And then the period of training, the mean training period obtained was 7.2 years with a minimum recorded data of 1 year and a maximum training period of 26 years. 86% of participants attended training classes on a daily basis. The method of training, the participants were staying with the guru to learn cases. As we all know, most of the Visha cases will be coming in late hours of night. So they have to stay with their guru to learn and observe the treatment procedures. And 100% of the participants got the knowledge of Visha free of cost from their guru or family members. Coming to the profile of their teachers, 9% of the participants learned from Kushavas of Calicut district, and 5 teachers were granting paid Vaidyas of Kerala government, and 3 teachers were faculty of Government Ayurveda College, Thiruvananthapuram, for diploma in Ayurveda. Then the history of Visha in Kerala as obtained from the survey. Nanjunda Nadar and Cherulli Pattar, where these 2 personalities are considered as the expounders of Visha in Kerala. And Pullayar Padalam is considered to be the first literary work in this regard. The history and development of grant in aid Vishavidya system and the contributions of Cochin royal family was also obtained from the survey. And 2 other personalities are also there. One is Karattu Nambudiri and another is Kokar Nambudiri. Karattu Nambudiri is believed to be the author of Vishavidya Jyotisnika, the popular book in Visha with importance to both Aushadha Prayoga along with Mantra Prayoga. He gave importance to both these methods, whereas Kokar Nambudiri is considered as the Acharya of the popular method of Visha in Kerala. He gave importance to Aushadha Prayoga only and gave less importance to Mantra Prayoga.
And this Kokara Nambudiri is the person who taught Vishachikitsa to the members of Cochin royal family, who later popularized the Vishachikitsa method throughout Kerala. The books followed to learn Vishachikitsa. Actually, textbook-based training was less compared to practical training in regard of Vishachikitsa. Vishavaidya Jyotistika and Prayoga Samchayam are the most popular and learned books, followed by Lakshanamritam, Vishwanarayani, Vishavaidya Sara Samchaya, etc. And Prayoga Samchayam of Kochunni Thambiran is considered to be the complete and most useful book for Vishachikitsa, according to the participants in the survey. 38 books regarding Vishachikitsa were identified in the survey. They were of Malayalam, Sanskrit, mixed composition, Manipurawala style, and also in Tamil. And surprisingly, 9% of the participants learned in oral tradition only. They were not having any textbooks or any other literature. They just learned the slokas by heart from their gurus. Then the transfer of knowledge. 77% of participants transferred their knowledge to somebody else. And in this learned group, 53% were on progeny, and 59% of the students are EAMS graduates or postgraduates who are eligible for practice, and 18% in the learned group later quit this field for other jobs. The books authored by the participants, 14% of the participants have authored books regarding Vishachikitsa. And coming to reason to study Vishachikitsa, 59% of the participants studied Vishachikitsa out of interest due to some incident occurred in their neighborhood by witnessing the healing of some severe cases like that. And 41% has learned just to continue their family tradition only. Coming to relevance of Dudha Lakshana, Dudha Lakshana is irrelevant according to 100% of the participants, but only 73% are using still in practice. Then relevance of Jyotisha, 27% considers Jyotisha as not an essential thing for Vishachikitsa, whereas 73% considers it essential and relevant. Then the relevance of yoga in Vishachikitsa, 59% are applying the knowledge of yoga in Vishachikitsa for Sharasutra, Amritakala and all. Whereas 27% is not using yoga, even though they consider it relevant. But 14% have no idea about the relation between yoga, Shastra and Vishachikitsa. Then coming to relevance of mantra, 41% use mantras effectively in Vishachikitsa, whereas 59% has not used any mantras for Vishachikitsa. They are just treating with medicines only. These are the names of the popular mantras used by the participants. We can see some as mantras and some are known as Karithu Prayogas also, like Bhasma Karithu, Agni Karithu, etc. Both names are popular among participants. Either they will call us mantras or Karithu. Then the relation of Vishachikitsa with temple culture. 77% believe in Sarpakopa, and they advise people to give offerings at various religious places for relief of various diseases related to Visha. But 23% do not believe in Sarpakopa and they just treat according to Dosha Kopa. These are the list of important temples related to Vishachikitsa where people used to go and to give offerings. Then the routine and restrictions in life of Vishavaidya. 82% of participants follow specific routine and restrictions in life as part of Vishachikitsa. Whereas 18% are not following anything particularly for Vishachikitsa, they are just following the Dinacharyas prescribed in Ayurveda. Then the daily prevalence rate of snakebite. The average daily number of snakebite cases recorded in the study was 3 cases per day. The highest average was of 20 cases per day, whereas the lowest was of 1 case a day. All the participants have documented the cases in their OPD register, and this is a sampled OPD register, and we can see the name of patient, their age, sex, the type of Visha and the treatment given, and this register is of the year 1969, and all the participants have kept all their registers in safe custody. And then predominance of poison snake bite. According to 68%, Mandali Damsha or viperine bite is a common poison bite.
but 18% opined that Cobra or Dharvikara Visha is predominant in their area, and 14% opined that Krait or Rajala Visha is common. And these predominance actually depends on the geographical situations, and in the thesis I have listed it like that. And then diagnosis of bite, it is usually made according to different modes. One is by observing the bite mark, then by symptoms seen in the victim, and certain participants will administer some test by administering Vishahari Lehya or root of Ishiri, Kodasheri Gulya, and the taste perceived will be asked, and diagnosis will be made accordingly. And another diagnosis is made by identification of the snake. And then Visha, which is most difficult to manage, 65% opined that Mandali Visha or viperine bite is the most difficult one to manage due to the severe associated complications. But 9% opined that Dharvikara is most difficult due to its Vada nature, sudden aggravation. And 13% opined that Rajila is difficult, whereas another 13% opined that all Visha can be equally difficult. It depends on the amount of venom injected and on the condition of the victim. And then the deaths reported, the 13% revealed that death has happened at their centers once or twice. And the records at a Vishajiksa hospital at Kannur shows a mortality rate of only 2% in its history of 47 years. And they have documented the cases. 47% have referred severe cases to other centers also. The myths related to Vishajiksa, a popular myth I have given is that those who attained Siddhi in Vishajiksa will have the capability to bring back the biter snake for devenomating the snake bite victim. But this myth was supported by 82% of the participants of the survey. But nobody has evidence of witnessing the practice. We have only hearsay knowledge about the same. Coming to the prognosis, it is decided according to 6 factors. One, by the symptoms seen in patient. Then by the site of bite. If it is in Marmasthana, it will be difficult. Then based on Duda Lakshana, based on Jyotisha, then based on some test as mentioned earlier, and then by Sharasutra also. It is a process related to yoga. And then the relevance of Vega Lakshana in Vishajikitsa, 45% believes the Vega Lakshana is relevant in Vishajikitsa, whereas 55% considers it as not a necessary thing for treatment of Visha. Those who are not using Vega Lakshanas in treatment are treating it on symptomatic basis. Then usage of Vishakalla, only 9% of the participants have used Vishakalla. It is not mentioned in Samhita, only few Malayalam textbooks of later origin have references of Vishakalla, and it's a very tedious and lengthy procedure. So most of them are not using it. Then the usage of Uttu Chikitsa or blowing therapy, 57% of participants are practicing this blowing therapy, and it is indicated in unconsciousness, weakness of neck, heaviness of head, etc. And the blowing should be stopped when Pitta Prakopa Lakshanas are seen in the victim. And for this Uttu Chikitsa, Vishwa Dusparsha Marija and Vishavega or Vishavidvati Gulika should be chewed, and 150 times blowing should be done over the forehead and to both the ears. Then coming to management of Vrishchiga Visha, 100% of participants have attended Vrishchiga Visha, this scorpion envenomation. And the commonly used formulations are Shiguripanaduadi Leba in edema, Saindavasiddha Krida for pain, Vilvadi Gulika, Vishavilvadi, Padola Katrapinadi Kashaya, and Deshanga Gulika are the common preparations used for management of scorpion venom. And then in Luda Visha, spider bite cases, 100% of participants have attended the same. And the commonly used formulations are Neelu Tulsiadi Kashaya, Lodra Sevyadi, Leshinadi Gulika, which is mentioned in Kriya Gopadi, not the popular Leshinadi. And then Gobi Chandradi Gulika, Cotton Ramachadi, Churna, and Nalpamradi Churna are commonly used preparations. And strict observance of Patya is very crucial in Vishajikitsa in general, and particularly in Luda Visha. And in Urambuli Visha or tarantula poisoning, severe convulsions or pain will be seen. And for that, Abhyanga will be done with Neeli Daladi Kera, and then Sarvanga Duba with Daru Haridra, Hindu and Krida will be done. And Snana Chikitsa is also said to be very effective by immersing the patient for 101 times in pond. Then about Thai Visha,
It was a common practice in the olden days, but it is not much relevant now. The location of Kaivisha is identified by smearing Neeli Patra or Shiguru Patra with milk over abdomen, and Shodhana will be done usually with Shankavishwa root. And Kaivisha Pariyari Gulika is the most popular preparation used for Kaivisha, which is produced by Ayurveda Kottakkal. And the tribal practice is there by keeping a vessel with water over the abdomen and then chanting mantras for removal of Visha. It is also popular in the tribal population only. And two participants opined that Kaivisha is mostly a psychiatric disorder. And Tiruvira Mahadeva temple is there in Alappuzha district. A drink is given to vomit out the Visha. Then the management of Alarka Visha, 9% of participants claimed experiences in Alarka Visha. Neeli and Karanjamala Kashaya is used for psychiatric symptoms in Alarka. Angola Mula is used. Vanajolsiga is used along with cow's milk in severe cases. One participant follows a method by giving Datura Bija to aggravate the symptoms at first and then Shirodhara with Karanjatwa Kashaya to pacify the symptoms. One participant said that he is practicing it but was not ready to reveal the formulations. Then management of Dushi Visha, 64% revealed that Dushi Visha is relevant in the practice and they have treatment experiences, whereas 36% is not using Dushi Visha or its principles. Mushira Visha, if left untreated, can transform into Dushi Visha according to one participant. Bhinna Visha Chikitsa can be done in Dushi Visha according to another participant. And the common formulations are Dushi Visha Abada and the Shodhana Chikitsa. Then management of Stavara Visha, 32% said that Balladara Visha is the most common Stavara Visha. And for that, Vibhidagito Leva is used, and the Patra and Pushpa is used for Snana and Pana. Sarshapa Leva is also used. In severe itching and swelling, Tanduliyaga Sarshapa grinded with butter is used for Leva. And Avibhatti Churna is also given along with hot water. Then management of Kida Visha, 100% of the participants have attended. Kida Visha is insect bite, insect sting poisoning. And according to them, this is the most easier one. And the most common Kida Visha cases were wasp, bee, centipede, ant, hornet, beetle, etc. And Shigri Punardhavadi Leva is a common prescription used along with Kanjiga. Visha Vilyadi Gulika was also given for Leva and Pana. Deshanga Muliga, Padala Kashai is given for internal use, and in severe pain, Arkapatra Svedana is effective. And many other miscellaneous poisonings were also listed like Jaluga Visha, Marjara Visha, Griha Bodhiga, Gauli Visha, Manduga Visha, Namila Visha, etc. And some simple formulations are also revealed by the participants. All these have been explained in the thesis. And coming to management of Mushika Visha, 100% of participants have attended. And it was a common case earlier, but not very common now. Neeli Karanjati Kashaya is commonly given. Tanduliyaga is given Samula with Kanjiga for Pana. Mridu Kunjiga Mula Siddhakrita is given for oral intake. And in Jara, Shadangan Kashaya is also used. And Angola Uttara Mula is also effective. Then coming to management of Sarpa Visha, these are the sequence of procedures done in case of Sarpa Visha. At first, Dudha Lakshana, Paksha Dina Nakshatra will be assessed, and then wound is washed with water. Then time since bite and identity is asked. Then bite mark is observed carefully. Reassurance of victim is done. Vishahari Lehya will be given if necessary. Hridayavarana will be given. Mantra Prayoga, application of Basma, Talam, fanning of bite site. Arkapatra Sveda is given if not Mangalidamsha. Then Tikshna Nasya Ranjana will be done. Uttu Chikitsa will be done if necessary. Then according to the conditions, Jivaraksha Vilyadi, etc. will be given. And external applications are also given. And then the Hridayavarana, usually Gogrida or Panchagavya Grida will be given. And one participant is giving different medicines for Hridayavarana for different Sarpadamsha conditions. Like he will give Kalyana Grida in Dharvigra Visha, like that. He used different medicines for Hridayavarana. Then the Nasya and Ajana Prayagas, the popular Panchakarma Chikilsas of Visha Chikilsa are Nasya, Anjana, Dhurma, Leva and Seva. And it is indicated in cases of unconsciousness, blurred vision, drooping of eyelids, heaviness of head, etc. And for Anjana and Nasya, Mrita Sanjeevani, Vilyadi, Vishavilyadi, Yosha, Purana Marja, etc. will be given along with the
below mentioned Swarasas or Shira. Then the Dhara Prayogas in Sarpavisha. In Shula, Usira, Kribera, Chandana, Kushta mixed with Kanchika will be given. And in Mandali Visha Shobha, special Dhara will be done. And in case of Daha, Chandana, Usira, Kribera Vasha is also given. Then management of Cobra Visha, medicines are prescribed according to the condition. Like in Shula and Shwasarodha, one formulation will be given. In Daha and Moha, Shabdabda Kruda, Chandana Kalka will be given. In headache, Shundi and Marija Leba will be given on Leba on forehead. In Hikka, Bilva and Bella Kashaya is given for Pana. In Shardi, Bilva Kashaya is given. And popular formulation is Amukuramaya Bali Kashaya. And Agastya Kodumba is the formulation is also used by the participants. And in Mandali Visha, in Viper bite, severe complications will be seen. So, for each of the complications, separate medicines are prescribed. Like they are treating it symptomatically. Netra Raga, Shigura Shobha, Nasagada Rekta Stevenum. In Viper cases, as most of you will be knowing, severe bleeding will be there. Like from all the orifices of human body, bleeding can happen from the nose, ears, from all the hair follicles itself. So in all these conditions, special preparations should be given according to the symptoms. In Malamutra Rodha, Pipili and Ela Churna is given in Naligara Jala. And in Chardi, Daja, Musta, Chandana, Leba can be applied on chest. And a cloth soaked in Bhumi Amalagis Varasa can be placed around the neck to arrest Chardi. And in Adisara and as I mentioned earlier, Ramagoba the Raktagamana, Shigrimula Churna should be fried and mixed with the ghee for doing all body labor. And the bleeding will be arrested very quickly. And in case of Unmada in Mandali Visha, Dhara should be done with Karachita Kashaya. And in pain in all joints, Punardha Mula will be given along with milk. And in Rajala Visha also, symptomatic management is followed, like in Udara Shula, in Shula and Sukti, Sukta Jikvada, Moha, all these mentioned formulations are practiced. In Shobha, Shigrimanavadi Leva itself will be used. And in Vepadu, Mustaramachadi Kashaya is popularly used. And special prayogas used in Sarpavisha Chikitsa, Chaile Ketta, Pashana Ketta, Uppu Ketta, Tala Ketta, or some Siddha preparations are there which are popularly used in the Trivandrum region mostly. And special prayogas like Kala Vanjana Prayoga or Kadi Prayoga are not practiced by majority of participants. And then the management of post-snake bite ulcers. The most commonly used preparations are Parindyadi Thailam or Pankti Prasunadi Kruda for Dhara and Piju. And Tribaladi Kashaya is used for Kshalana. And Tikta Kashaya is used for internal administration. And the commonly used herbal drugs in Visha Chikitsa. Names of 82 drugs were revealed by participants. And among that, Ishwari, Neeli, Tanduliyaga, Nargundi, and Karanja were the drugs which are maximum used. And in tribal medicine, Nagapadam and Irikadaga were two popular herbs which are not used in other practitioners. And the majority of the drugs mentioned were endemic to the Western Ghats. And about single drug therapies or optimally prayoga, 64% are not using it, 22% are using it, whereas 14% are using, but they were not ready to reveal it. And the commonly used formulations, 71 names of formulations were revealed, and among them, Vilyavadi Gulika was the most popular one. Vishavilyavadi Yoga was prepared in 3 different proportions for 3 different types of Sarpavisha. And 2 participants were using unnamed single Kashaya and Gulika for all types of Sarpavisha. And Siddha Prayogas were also used. And according to participants, dose of the medicine is not very specific in Visha. Like we should give the medicines in various doses according to the condition and symptoms of the patient. And about preparation of medicines, 100% of participants are preparing the medicines by their own. And about Shodhana of Sthavarusha, 87% does Shodhana procedures and 13% does not follow the classical Shodhana procedures. And about use of Vishiksa formulations in other diseases, 82% are using Vishiksa formulations in other diseases and 18% have not tried it.
And those who are using it are using in skin diseases, Rakhtavada, psychiatric diseases, and allergic diseases. And regarding integration of medical systems for revival of fish chikitsa, it was a favorable atmosphere for 37% participants, whereas it is not needed according to 29%, whereas 34% had nothing to comment about it. And then coming to challenges in practice of fish chikitsa, the unavailability of drugs, late arrival of victims, higher stress in managing the patient because the doctor must stay awake throughout the night every day, lack of infrastructure and supporting machinery, the disturbance from the bystanders, they will not allow the treatment to progress properly. Then the unavailability of attendants to perform treatment procedures, and mostly the patients may not follow Pathya correctly, and the lack of willpower to withstand the treatment procedures are also another challenge. The treatment is free of cost regarding fish chikitsa. So the lack of proper fund to maintain life is a big challenge. And certain beliefs are there in society, like those who undertake fish chikitsa are prone to bad events in life. So many are not willing to come forward to carry out fish chikitsa. And about Pathya and Apatya and Visha, 100% participants affirms strict observance of Pathya. 90 days Pathya is necessary for Mandali Visha, whereas 10 days is necessary for others. The conducive and non-conducive foods, fruits, vegetables, etc. will be advised to the patients. And the reasons for decline of fish chikitsa has been listed as a fishbone diagram. And we can see many reasons, like many aspects, like historical aspects, aspects related to family and personal matters, related to education, related to laws, related to quacks and medicine, and the threats from modern medicine. All these factors have been given in this diagram. About revival of fish chikitsa, according to participants, proper research should be done to update and modify the treatments. Effective integration of Ayurvedic and modern treatment support should be provided, and the BMS graduates should get more clinical exposure to manage the poisoning cases, and the medicinal plants should be protected to ensure their availability and quality. Coming to discussion, the fish chikitsa tradition of Kerala was maintained through the last century and before by imparting knowledge to next generation through oral and textual traditions based on books like Vishwavedi Jorsing and Prayoga Samuchayam. In Kerala fish chikitsa, the treatment aspect is highly elaborated with more emphasis on symptom-wise management, which is one of the main reasons for the popularity of this system. And another speciality of Kerala fish chikitsa was the elaborate use of locally available medicinal herbs for the treatment purpose. And the signs and symptoms detailed for poisoning cases matches perfectly with the explanation in modern texts, which indicates the level of understanding in this regard. A beautiful mingling of Ayurveda, Jyotisha and Yoga Shastra is seen while explaining the concepts of fish chikitsa. The important work which led to the popularity of fish chikitsa came from Sri Kochunni Thambiran, member of Cochin royal family and the famed toxicologist, through his work Prayoga Samuchayam, which codified the most useful and practically feasible treatment practices. Fish chikitsa was confined to few families as the desire to learn was not generated in public. The difficult lifestyles to be followed by practitioners, the lack of monetary income, the related myths and the strenuousness of the job were the prominent reasons identified. The introduction of ASV, that is the anti-snake venom, is also considered to be a powerful reason for decline of fish chikitsa. The conclusion, the literary survey reveals an indigenous origin of this tradition which gradually developed and reformed with the help of Sanskrit education and basic principles of Ayurveda. The knowledge in Visha chikitsa and the proficiency in Sanskrit language helped the Vishwavedyas to arrange different treatment methods mentioned in a systematic manner and to develop a novel approach in Visha chikitsa. The royal patronage obtained from Cochin royal family also played a key role in popularizing Visha chikitsa in Kerala. More than 100 formulations, 31 prayogas, 32 symptomatic treatments, and 25 concepts related to Visha chikitsa are explained exclusively in Kerala Visha chikitsa books, which cannot be found in any other classical samhitas of Ayurveda. The vast diversity of herbal drugs, the formulations and concepts explained in books are indicative of the contributions and depth of knowledge they had in this regard. The formulations, prayogas, and therapies of this tradition should be reformed to meet the needs of present era and to revive this rich tradition.
By this, I come to the end of my presentation. Thanks a lot for listening to me. Thank you. താങ്ക് യു ഡോക്ടർ ജിത്തു. രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് എനിക്ക് ഒരു സംശയങ്ങളുണ്ട്, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ നന്നായിരുന്നു. ഒന്ന് ഈ ഊർജ്ജ ചികിത്സയെ കുറിച്ചിട്ട് തീസിസിൽ നല്ല രീതിയിലൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്. അത് സയന്റിഫിക്കലി ആയിട്ട് നമുക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? അതിൽ ഇപ്പോഴത്തെ ഇറായിൽ നമുക്ക് അത് യൂസ് ചെയ്യാനായിട്ട് ഒരു പ്രാക്ടിക്കൽ ആസ്പെക്റ്റിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊന്ന് ഞാൻ എല്ലാ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് മതിയോ? അവസാനം ഉത്തരം പറയണോ അതോ ഓരോന്ന് ഇപ്പൊ പറയുന്നു? ചോദിച്ച ക്വസ്റ്റ്യൻ ഊർജ്ജ ചികിത്സയെ പറ്റിയിട്ടാണ്. ഊർജ്ജ ചികിത്സ എന്ന് പറയുന്നത് കേരളീയ വിഷചികിത്സയിൽ മാത്രം സ്പെസിഫിക് ആയിട്ട് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡാണ്. ഇത് സാധാരണ ചെയ്യുന്നത് ഒരു അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ്, സാധാരണ കോബ്ര ബൈറ്റിലോ അല്ലെങ്കിൽ ക്രേറ്റ് എൻവെനേഷനിലൊക്കെയാണ് സാധാരണ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഉണ്ടാവുക. കണ്ണ് അടഞ്ഞ് ബോധം ഇല്ലാത്ത രീതിയിലുള്ള പേഷ്യൻസ് വരുമ്പോൾ അവരുടെ കോൺഷ്യസ് ആക്കുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ കോൺഷ്യസ്നെസ് റീഗെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ഊർജ്ജ ചികിത്സ. അത് സാധാരണ ചെയ്യുന്നത് പേഷ്യന്റിനെ ഇരുത്തിയിട്ട് അല്ലെങ്കിൽ കിടത്തിയിട്ട് 3 ബൈസ്റ്റാൻഡേഴ്സ് ആവശ്യമുണ്ട് ട്രീറ്റ്മെന്റ്. അപ്പോൾ ഇവർക്ക് 3 പേർക്കും നമ്മൾ വിശ്വദുസ്പർശ മരിജ, വിഷവേദം എന്ന ഈ മെഡിസിൻസ് ചവയ്ക്കാനായിട്ട് കൊടുക്കും. അല്ലെങ്കിൽ ചില സമയത്ത് വിഷവില്വാദി ഗുളിക അല്ലെങ്കിൽ വില്വാദി ഗുളിക തന്നെ വായിട്ട് ചവയ്ക്കാൻ കൊടുക്കും. ഈ ചവച്ചതിന് ശേഷം ആ മെഡിസിൻസ് വായിൽ ഉള്ള സമയത്ത് അതിന്റെ ആ ജ്യൂസ് കുട്ടികളെ ശരിക്ക് ശക്തിയായിട്ട് ഊതാനായിട്ട് പറയും. അതിൽ 2 പേര് 2 ബൈസ്റ്റാൻഡേഴ്സ് 2 ചെവിയിലായിട്ട് ഊതുക, ഒരാള് വെർട്ടക്സിൽ മൂർത്താവിൽ ഊതണം. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഒരു സയന്റിഫിക് എക്സ്പ്ലനേഷൻ എന്ന് പറയുകയാണെങ്കിൽ അവരുടെ നെർവസ് സ്റ്റിമുലേഷൻ ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ കോൺഷ്യസ്നെസ് നമുക്ക് റീഗെയിൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു സയന്റിഫിക് എക്സ്പ്ലനേഷൻ ആയിട്ട് പറയാൻ കഴിയുന്നത്. ഞാൻ ഇപ്പോഴുള്ള പല കണ്ടീഷനിലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു കൺകഷൻ പോലെയുള്ള കണ്ടീഷനിലും നമുക്ക് ഈ ട്രീറ്റ്മെന്റ് മെത്തേഡ് മാഡം പറഞ്ഞ പോലെ യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. അങ്ങനെ ഒരു റിസർച്ച് ആ മേഖലയിൽ ചെയ്ത് നോക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ഉണ്ട്, ഞാനത് ഒന്ന് പ്ലേ ചെയ്യുന്നുണ്ട്. ഈ ഒരു റിയൽ കേസിന്റെ ഒരു വീഡിയോ നമുക്ക് കാണാം. അതിനകത്ത് ഈ പറയുന്ന ട്രീറ്റ്മെന്റ് പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഇത് നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റിന്റെ അടുത്ത് വന്ന ഒരു കേസാണ്, അതിന്റെ റിയൽ വീഡിയോ ആണ്. ചെയ്തിട്ടുള്ളത് ഈ സിംഗിൾ ഡ്രഗ് തെറാപ്പിയെ കുറിച്ചിട്ട്, സിംഗിൾ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന നമുക്കറിയാം വളരെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ചില മെഡിസിൻസ് ഡ്രഗ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കണ്ടു കേസസിലുണ്ട്. അതിനകത്ത് എന്തെങ്കിലും ഒരു പറയാനുണ്ടോ? നമുക്കത് കൂടുതൽ അതിനെ റിവൈവ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള സജഷൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആ മേഖലയിൽ കൂടുതൽ സ്റ്റഡീസ് ആവശ്യം ഉള്ളതാണ്. ശരിക്കും നമ്മുടെ ടെക്സ്റ്റ് ബുക്സിലും നമ്മുടെ ജോഷിയിലാണെങ്കിലും പ്രയോഗ സംശയത്തിലാണെങ്കിലും ഈ സിംഗിൾ ഡ്രഗ് ട്രീറ്റ്മെന്റ്സ് പറയുന്നുണ്ട്. ഒറ്റ ഡ്രഗ് മാത്രം ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. അത് ഇപ്പോൾ ഉദാഹരണത്തിന് നീലി എന്ന് പറയുന്നത് നമ്മുടെ നീലാമിരി മാത്രം ഉപയോഗിച്ചുകൊണ്ട്
വൈപ്പർ ബൈറ്റിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ രീതിയിലുള്ള റിസർച്ചുകൾക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വണ്ടർഫുൾ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഈ വലിയൊരു വലിയൊരു ഫോർമുലേഷൻ ഉണ്ടാക്കി അതുകൊണ്ടുള്ള ട്രീറ്റ്മെന്റ് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡ്രഗ്സ് കൊണ്ട് ചെയ്യാൻ തീർച്ചയായിട്ടും പറ്റുന്നുണ്ട്. ആ രീതിയിൽ റിസർച്ച് ആ മേഖലയിലേക്ക് റിസർച്ചുകൾ കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും. പിന്നെ ഈ യോഗ ചികിത്സയെ കുറിച്ചിട്ടൊന്ന് യോഗയ്ക്കകത്ത് ചികിത്സയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒന്ന് ഇവർ സാധാരണ ഈ പഴയ കാലത്ത് പലപ്പോഴും ഇവർ വിക്ടിമിനെ കാണാൻ കഴിയുന്നില്ല. ഇപ്പോൾ വിക്ടിം ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും ഉണ്ടാവും, ഏതെങ്കിലും ഒരു ദൂതനായിരിക്കും വന്ന് പറയുക. അപ്പൊ എപ്പോഴും ഇവർക്ക് ഈ വിക്ടിമിന്റെ അടുത്ത് എത്തുന്നതിന് മുമ്പ് ഈ എന്ത് വിഷമായിരിക്കും ബാധിച്ചിട്ടുണ്ടാവുക എന്നുള്ള ഒരു ഡയഗ്നോസിസിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ കൂടുതലും ഈ യോഗ ഒരു ശരസൂത്രം എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നത്. അത് ശരസൂത്രം എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രാണായാമമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ എപ്പോഴും ഒരാൾക്ക് ഏതെങ്കിലും ഒരു നോസ്ട്രിലിൽ കുറച്ച് ഡൊമിനന്റ് എയർ ഫ്ലോ ഉണ്ടാവും. അപ്പൊ ഈ ദൂതൻ വന്ന് നിൽക്കുന്ന സമയത്ത് അത് ഒരു മെത്തേഡാണ് ഇവരുടെ ഡയഗ്നോസിസിന്. അപ്പൊ ഇവര് കൈ വെച്ചിട്ട് ഏത് മൂക്കിലാണ് കൂടുതൽ ഡൊമിനന്റ് ആയിട്ടുള്ള എയർ ഫ്ലോ ഉള്ളതെന്ന് പരിശോധിക്കും. അപ്പൊ ഈ ദൂതനും അതുപോലെ തന്നെ ഈ എയർ ഫ്ലോ ഉള്ള സൈഡും ഒരേ സൈഡിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രോഗ്നോസിസ് ഡിഫിക്കൽട്ടാണ്. അപ്പൊ അങ്ങനെ ആ രീതിയിലുള്ള ഒരു ഒബ്സർവേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഒന്ന് ഉപയോഗിക്കുക. പിന്നെ ഈ ഇഡാപിംഗ്ല എന്ന് പറയുന്ന യോഗയിലുള്ള നാഡി വ്യവസ്ഥയെ പറ്റി പറയുന്നത് അമൃതകല വിഷകല എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ അതനുസരിച്ച് ഈ സ്ത്രീക്കും പുരുഷനും അമൃതകല വിഷകല എന്ന് പറയുന്ന ആ യോഗയിലെ ഇഡാപിംഗ്ല വെച്ചുകൊണ്ടുള്ള അതിന്റെ ആ വൈറ്റൽ പോയിന്റ്സ് ആണ്. അത് സ്ത്രീക്കും പുരുഷനും ഓപ്പോസിറ്റ് സൈഡ്സിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ വിഷം ഏൽക്കുന്ന സമയത്ത് ഈ അമൃതകല സിറ്റുവേറ്റഡ് ആയിട്ടുള്ള ഹാഫ് ഓഫ് ബോഡിയിലാണ് വിഷം ഏറ്റിട്ടുള്ളതെങ്കിൽ നല്ല പ്രോഗ്നോസിസ് ആണ് ഉള്ളത്. അതേസമയം ഓപ്പോസിറ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ ബാഡ് പ്രോഗ്നോസിസ് ആണ്. അപ്പൊ അത് പ്രോഗ്നോസിസിന് വേണ്ടി ഉപയോഗിക്കും, അതുപോലെ ഇതിന്റെ ഒരു ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് യോഗ. അങ്ങനെ പല രീതി. പിന്നെ ഒരു വിഷവൈദ്യൻ എല്ലാ ദിവസവും പ്രാണായാമവും അങ്ങനെയുള്ള യോഗിക് എക്സസൈസും ചെയ്യണം എന്നുള്ളൊരു അഭിപ്രായങ്ങളുടെ കേരളീയ വിഷചികിത്സ പുസ്തകങ്ങളിൽ പറയുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന പാർട്ടിസിപ്പൻസിനെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ട്രൈബൽ മെഡിസിനെ കുറിച്ചിട്ട് നമുക്ക് നല്ലൊരു അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, തീസിസിൽ ഞാൻ കണ്ടു. അതിന് നമ്മൾ എന്തെങ്കിലും ഒരു കൂടുതൽ അതിന്നും അല്ല നമുക്ക് എടുക്കാനുണ്ടോ? പുതിയ ജനറേഷൻ അങ്ങനെ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റുമോ അതിന്? ട്രൈബൽ മെഡിസിനിൽ തീർച്ചയായിട്ടും ഒത്തിരി പ്രയോഗങ്ങളുണ്ട്. പക്ഷെ അവരത് റിവീൽ ചെയ്യുന്നതിന് അവർക്ക് ഒത്തിരി മടി ഉള്ള ഒരു കൂട്ടത്തിലാണ്. അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുടെ കൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടെ റിവീൽ ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര ഒരു മെഡിസിൻസ് ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. എന്തായാലും കുറച്ച് പ്രയോഗങ്ങൾ അവർ ഈ പറഞ്ഞ പോലെ ഒറ്റമൂലി പ്രയോഗങ്ങൾ അവർ ധാരാളം ചെയ്യുന്നുണ്ട്. അത് ആ രീതിയിൽ അവരെ സമീപിച്ച് അവരുടെ ഒപ്പം വന്ന് അവരെ ചൂഷണം ചെയ്യുകയല്ല എന്നുള്ള രീതിയിൽ അവർ സമീപിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് അത് നല്ല പ്രയോഗങ്ങൾ കിട്ടും. അത് ഒത്തിരി ഡെവലപ്മെന്റായി മാറും എന്ന് തന്നെയാണ്. അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഈ നമ്മുടെ വർക്കിനിടയിൽ ഡോക്ടർക്ക്? അങ്ങനെ എന്തെങ്കിലും ഒരു പുതിയ പ്രിപ്പറേഷൻ കിട്ടിയ ഒരു കുറച്ച് ഫോർമുലേഷൻസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു രണ്ടുമൂന്നും. അല്ലാതെ ഒറ്റമൂലി പ്രയോഗങ്ങളായിട്ട് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു നമ്മുടെ ഡിക്ലൈൻ്റെ ഒരു കോസ് പറഞ്ഞത് നോൺ അവൈലബിലിറ്റി ഓഫ് ഡ്രഗ്സ് എന്നാണ്. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഗൈഡ് ലൈനോ എന്തെങ്കിലും നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്താൽ ആ ഒരു പ്രോബ്ലം നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ള കുറച്ച് സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ? ഇതിനകത്ത് ഒരു പാർട്ടിസിപ്പന്റ് മുഴുവനായിട്ടും കാട്ടിൽ വളരുന്ന മെഡിസിൻസ് മാത്രം ഉപയോഗിക്കുന്നവരായിരുന്നു. ഒരു ആദിവാസികളുമായിട്ടുള്ള ബന്ധത്തിന്റെ പുറത്ത് അവർക്ക് മെഡിസിൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കാട്ടിൽ നിന്ന് മരുന്ന് പറിച്ചു കൊണ്ടുതരും, അത് വെച്ച് മെഡിസിൻ പ്രിപ്പയർ ചെയ്യുന്നതാണ്. അപ്പം ഒരു ചാൻസ് അതാണ്, നമുക്ക് കാട്ടിൽ നിന്ന് പരമാവധി ഇത് കിട്ടാൻ സാധ്യതയുള്ള ചെയ്യാം. പിന്നെ ഔഷധ സസ്യ കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന് ഗവൺമെന്റ് മുൻകൈ എടുക്കുകയും മെഡിസിനൽ പ്ലാൻ ബോർഡുമായിട്ടൊക്കെ സഹകരിച്ച് പുതിയ പ്രോജക്റ്റ് കൊണ്ടുവരികയും അങ്ങനെ ചെയ്യുന്നവർക്ക് സബ്സിഡി അനുവദിക്കുക മുതലായ കാര്യങ്ങൾ ചെയ്യും. പിന്നെ ഇതിന്റെ മാർക്കറ്റ് ഒരു പ്രശ്നമാണ്. ഇത് കൃഷി ചെയ്യുന്നവർക്ക് ഇത് മാർക്കറ്റ് ചെയ്യാൻ പലപ്പോഴും കഴിയാതെ അവരുടെ കയ്യിൽ ഈ പ്രൊഡക്റ്റ് നശിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. അതുകൊണ്ട് പലരും ചെയ്യാൻ ഉണ്ടാകും. അപ്പം അവർക്ക് നല്ലൊരു മാർക്കറ്റ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ കൃഷി പ്രോത്സാഹിപ്പിക്കുകയും നല്ല മെഡിസിൻസ് അവൈലബിൾ ആക്കാൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം.
ഇനി ഇതിൽ അക്കാഡമിയിൽ വരുമ്പോൾ ഇപ്പൊ BMS സ്റ്റുഡൻസിന് നമുക്ക് എനിക്ക് തോന്നുന്നു കുറച്ച് എക്സ്പോഷർ കുറവാണ് അല്ലെ, ഈ ചികിത്സയെ കുറിച്ചിട്ടൊക്കെ അറിയാനുള്ള. അതിൽ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ അക്കാഡമിയിലേക്ക്? ഇതിന് നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് അവർക്കൊരു എക്സ്പോഷർ കിട്ടുന്ന രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? ഒരു സജഷൻ. നമുക്ക് ആയുർവേദ ആശുപത്രികളിൽ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് നമുക്കിപ്പോൾ എമർജൻസി കേസസ് വരുന്നത്. ഇപ്പോൾ കണ്ണൂരാണെങ്കിൽ പാപ്പശ്ശേരി വിഷചികിത്സാ കേന്ദ്രത്തിൽ നമുക്കിപ്പോഴും കേസുകൾ വരുന്നുണ്ട്. അവിടെ ആയുർവേദ ചികിത്സയാണ്. ഇപ്പോൾ പിറ്റ് വൈപ്പർ പോലുള്ള കണ്ടീഷൻസിനൊക്കെ പ്യുവർ ആയുർവേദിക് മാനേജ്മെന്റ് ആണ് കൊടുക്കുന്നത്. പിന്നെ അവിടെ അലോപ്പതി ഡോക്ടറുടെ സേവനവും ചില കണ്ടീഷൻസ് ലഭിക്കുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ അലോപ്പതി ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ ആ രീതിയിൽ അലോപ്പതി ചികിത്സയിൽ സാധാരണ വരുന്ന എമർജൻസി കണ്ടീഷൻസ് ആയുർവേദത്തോട് സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു എക്സ്പോഷർ കൂടുതൽ കിട്ടാവുന്ന രീതിയിൽ അതിനൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല പേഷ്യൻസിന് കുറച്ചുകൂടെ നല്ല റിസൾട്ട് നമുക്ക് കൊടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷനിൽ ചിലപ്പോൾ ഇപ്പോൾ അല്ലാതെ വമനം ഒക്കെ ഉണ്ടാകുന്ന കണ്ടീഷൻസിൽ ചിലപ്പോൾ അത് അറസ്റ്റ് ചെയ്യാനായിട്ട് പെട്ടെന്നൊരു അലോപ്പതിക് സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ അത് കൊടുക്കും. അതുപോലെ ട്യൂബ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് മെഡിസിൻ ഇപ്പോൾ പലപ്പോഴും ഭയങ്കരമായിട്ട് ഛർദ്ദിക്കുന്ന ഒരു പേഷ്യൻറ്റിന് നമുക്ക് മെഡിസിൻ അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റാറില്ല. അപ്പം അങ്ങനെയുള്ളപ്പോൾ അതിന് ഒരു അലോപ്പതിക് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അതിൻ്റെ കൂടെ ആയുർവേദ മരുന്നുകൾ കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ അതൊരു വലിയ കാര്യമായിരിക്കും. അപ്പം ആ രീതിയിലൊരു ഇന്റഗ്രേഷൻ വരുവാണെങ്കിൽ BAMS പഠിക്കുന്ന കുട്ടികളും കൂടുതൽ കേസ് കാണാനും കഴിയും. പേഷ്യൻസിനും നമുക്ക് കൂടുതൽ നല്ല റിസൾട്ട് കൊടുക്കാൻ പറ്റും. കാരണം ആയുർവേദ മരുന്നുകൾ കൊണ്ട് ഹീൽ ചെയ്തിട്ടുള്ള ഈ മണ്ഡലികംശ തൃണമൊക്കെ ആണെങ്കിൽ പിന്നെ അതിന് പ്രശ്നം ഉണ്ടാവാറില്ല. അതേസമയം നമ്മളവിടെ ഈ ടിഷ്യൂ ഗ്രാഫ്റ്റിംഗ് പോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് പലർക്കും അത് റിജക്റ്റ് ആയി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ രണ്ടും കൂടെ സമന്വയിപ്പിച്ച് കൊണ്ട് പോവുകയാണെങ്കിൽ പ്രാക്ടീസിനും പേഷ്യൻസിനും നല്ലതായിരിക്കും നമ്മുടെ വിശ്വാസം. ദൂരലക്ഷണത്തെ കുറിച്ച് എന്താണ് ദൂരലക്ഷണം നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അതായത് ഇവർക്ക് ഈ ഇതിനെപ്പറ്റി ഒരു അസസ്മെന്റ് കിട്ടുന്നത് ഇപ്പോൾ പേഷ്യന്റിന്റെ വിക്ടിമിന്റെ അടുത്ത് ചെല്ലുന്ന ആ ഒരു സമയത്തേക്ക് ഇവർക്ക് എന്തായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക എന്നുള്ള ഒരു അസസ്മെന്റ് അവർ പ്രകൃതിയെ മുഴുവൻ ഒബ്സർവ് ചെയ്തിട്ട് അവർ ചില അസസ്മെന്റിൽ എത്തുന്നതാണ്. അത് പലപ്പോഴും 100% തന്നെ ശരിയാണെന്നാണ് പാർട്ടിസിപ്പൻസിന്റെ അഭിപ്രായം. അത് അതിനെപ്പറ്റി ഒത്തിരി എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്തിട്ടുമുണ്ട്. അത് നമുക്ക് കൺവിൻസിംഗ് ആയിട്ട് തോന്നാറുമുണ്ട് അവർ പറയുമ്പോൾ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഈ സമയത്ത് ഡോക്ടർ ഇട്ടോപ്പിനോട് സംസാരിക്കാവുന്നതാണ്. ഹലോ ഹലോ ഡോക്ടർ ഇട്ടിപ്പോ കേക്കാവോ? ഇട്ടിപ്പോ ഫസ്റ്റ് കൺഗ്രാറ്റ്സ് ഫോർ നൈസ് പ്രസന്റേഷൻ. പ്രസന്റേഷനിൽ ഇടയ്ക്ക് ജ്യോതിഷത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പം ഈ വിഷചികിത്സ ജ്യോതിഷവും തമ്മിൽ നമുക്ക് എങ്ങനെ അതിനെ പറ്റി എന്റെ റിലവൻസോ അല്ലെങ്കിൽ അതിന്റെ റിലേഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഉണ്ടെങ്കിൽ അറിഞ്ഞാൽ നന്നായിരുന്നു. ഈ ജ്യോതിഷം റെലവെന്റ് ആണെന്നാണ് ഒരു ശതമാനം പാർട്ടിസിപ്പൻസിന്റെ അഭിപ്രായം. ജ്യോതിഷം ഈ പറയുന്ന പോലെ തന്നെ ഈ ഇവർക്കൊന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണ ഒരു ജ്യോതിഷം ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കൊച്ചി രാജവംശത്തിലെ ഏറ്റവും പ്രസിദ്ധനായ രാജാവായിരുന്നു മിടുക്കൻ തമ്പുരാൻ രാജാവായിരിക്കുന്ന സമയത്ത് തന്നെ ഒരു വലിയ വിഷചികിത്സയും കൂടെയായിരുന്നു. രാജ്യം ഭരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം വിഷചികിത്സയും കൂടെ കൊട്ടാരത്തിൽ ചെയ്തു വന്നിരുന്ന ഒരു ആളാണ് മിടുക്കൻ തമ്പുരാൻ. അദ്ദേഹം ഈ ജ്യോതിഷത്തില് ഭയങ്കരമായ പാണ്ഡിത്യമുള്ള ആളാണ്. അപ്പോൾ ഇവര് സാധാരണ ഉപയോഗിക്കുക ഈ ലൂണാർ ഒരു കലണ്ടർ ഫോളോ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ചില പ്രത്യേക ദിവസങ്ങളിൽ ഇപ്പൊ അമാവാസി ഇപ്പൊ കൃഷ്ണപക്ഷം വരുന്ന ദിവസങ്ങൾ അല്ലെങ്കിൽ ഈ പഞ്ചമി, നവമി, ചതുർത്ഥി അങ്ങനെയുള്ള കുറച്ച് ദിവസങ്ങളെ പറ്റി നമ്മുടെ മലയാളം ചികിത്സാ ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ചില പ്രത്യേക ദിവസങ്ങൾ ഇവർക്ക് അറിയാൻ പറ്റും. അപ്പൊ ആ ദിവസങ്ങളിൽ ഇന്ന ദിക്കിൽ നിന്ന് ഒരു രോഗി ഇന്ന പാമ്പ് കടിച്ച അല്ലെങ്കിൽ ഇന്ന വിഷദംശം ഏറ്റ് വരും എന്ന് പറയാൻ കഴിവുള്ള ആളായിരുന്നു മിടുക്കൻ തമ്പുരാൻ എന്ന് തൃപ്പൂണിത്തറക്കാർ ഇപ്പോഴും പറയാറുണ്ട്. ഇപ്പോഴും അവര്
അത് അവരുടെ ഒരു വാമൊഴി പാരമ്പര്യത്തിൽ അത് ഓർമ്മയിലുണ്ട് അവരുടെ. അപ്പം ചില സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതായിട്ട് പറയുന്നത്, ഇപ്പോൾ ലേറ്റ് ആകുമ്പോൾ പടിവാതിൽ അടയ്ക്കണ്ട, ഈ ഒരു പേഷ്യൻറ്റും കൂടെ വരാനുണ്ട്, ഒരു പാമ്പ് പിടിച്ച ആളും കൂടെ വരാനുണ്ട് എന്ന് പറഞ്ഞ് അത് അദ്ദേഹം പറയുന്നത് ഈ ജ്യോതിഷത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അതിന്റെ ആ ദിവസത്തിന്റെ പ്രത്യേകത വെച്ചിട്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ചില വിഷവൈദ്യന്മാര് മുമ്പിൽ ഇങ്ങനെ ഈ നമ്മൾ ഈ ജ്യോതിഷികളുടെ ഒക്കെ കയ്യിലുള്ള പോലെ ഓരോ ഡയറക്ഷൻസ് എഴുതി വെച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അപ്പൊ ഇന്ന ഡയറക്ഷനിൽ നിന്ന് ദൂതൻ വരികയാണെങ്കിൽ അതിന്റെ ഡയഗ്നോസിസ് ഇന്നതായിരിക്കാം. അപ്പോൾ മേടത്തിൽ ശംഖുപാലൻ, അങ്ങനെ ഓരോ രാശിയും അവർ ഡിവൈഡ് ചെയ്ത് വെച്ച് നോക്കി അതിനനുസരിച്ച് ഡയഗ്നോസിസിലേക്ക് എത്താൻ കഴിവുള്ളവർ ഉണ്ടായിരുന്നു, ഇപ്പോഴും അപൂർവമായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വിഷവൈദ്യന്മാരും ഉണ്ട്. അപ്പൊ അങ്ങനെ ആ രീതിയിൽ ജ്യോതിഷം ഇവർക്ക് ഡയഗ്നോസിസിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ഉപയോഗിക്കുക. ലൂണാർ കലണ്ടർ ബേസ് ചെയ്തുകൊണ്ടാണ് ഉണ്ടാവുക. ചില ദിവസങ്ങളിൽ വിഷം ഏറ്റു കഴിഞ്ഞാൽ ഭേദമാവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയും. അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഇവർക്ക് ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ജ്യോതിഷം സാധാരണ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ നമ്മുടെ കൊച്ചി രാജവംശത്തിൽ എടുക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ഡോക്ടർ ഇട്ടൂബ്, കേൾക്കാമോ? കൺഗ്രാലേഷൻസ്, നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. എനിക്ക് രണ്ട് കാര്യങ്ങളാണ് ചോദിക്കാനുള്ളത്. വിഷക്കല്ല് നമ്മൾ സാധാരണ ഒരു ഡാർക്ക് ഷെയ്ഡ് ആയിട്ടുള്ള ഒരു കല്ല് മാത്രമാണോ, അതോ മറ്റേതെങ്കിലും കളർ ഷെയ്ഡിലുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ഒരു സംശയം. രണ്ടാമത്തേത്, ഈ പാരമ്പര്യത്തിൽ ഈ ഒരു വിഷക്കല്ല് ഉപയോഗിച്ചുള്ള ചികിത്സ പദ്ധതി ഇപ്പോഴും നിലവിലുണ്ടെങ്കിൽ എവിടെയൊക്കെയാണെന്നുള്ളത് അറിയാൻ സാധ്യതയുണ്ടോ? വിഷക്കല്ല് ഉപയോഗിച്ചിട്ടുള്ളതാണ്. അതെ അതെ. പറയാം. അപ്പോ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വിഷക്കല്ലിന്റെ കളറിനെ പറ്റിയിട്ടായിരുന്നു. ഈ വിഷക്കല്ല് പല രീതിയിൽ നിർമ്മിക്കുന്നതായിട്ട് ഈ പാർട്ടിസിപ്പൻസിന്റെ അഭിപ്രായം കേട്ടിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ഇത് ഒരു ആക്ടിവേറ്റഡ് ചാർക്കോളാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം ഇത് ചില പ്രത്യേക ടൈപ്പ് കല്ലുകൾ പൊടിച്ചു ചേർത്ത്, ഇപ്പോൾ നമ്മുടെ മലയാളം ടെക്സ്റ്റ് ബുക്കിലുള്ള റെഫറൻസ് അനുസരിച്ച് അതിനൊരു വലിയ പ്രൊസീജിയർ ഉണ്ട്. ചില കല്ലുകൾ, ചില മാനിന്റെ കൊമ്പ്, ഇതൊക്കെ ഭസ്മമായിട്ട് കരിച്ചു ചേർത്തിട്ട് അത് സ്ഫുടം ചെയ്ത് എടുക്കുന്ന ഒരു കല്ല് നിർമ്മാണ രീതിയാണ് കേരളത്തിൽ സാധാരണ പോപ്പുലർ ആയിട്ടുള്ളത്. ഇതല്ലാതെ കേരളത്തിന് പുറത്തേക്ക് കേട്ടിട്ടുള്ളത് ഒരു സാധാരണ പ്രകൃതിയിലുള്ള ഒരു കല്ല് തന്നെ അതിന് ഈ വിഷം വലിച്ചെടുക്കാനായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാണാറുണ്ട്. അപ്പോൾ ബേസിക്കലി ആക്ടിവേറ്റഡ് ചാർക്കോളിന് ഒരു അഡ്സോർപ്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ഈ വിഷക്കല്ല് കടിവായിൽ വെക്കുന്ന സമയത്ത് വിഷം, ബ്ലഡിലുള്ള വിഷത്തിന് മാത്രം ഈ വിഷക്കല്ല് വലിച്ചെടുക്കുന്നു. അത് പോറസ് ആയിരിക്കുമല്ലോ ആക്ടിവേറ്റഡ് ചാർക്കോൾ ആകുമ്പോൾ. അപ്പോൾ ആ വിഷത്തിന് ഇത് വലിച്ചെടുക്കുകയും അങ്ങനെ വിക്ടിമിന്റെ വിഷ ശമനം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് സാധാരണ ഇത് പ്രാക്ടീസ് ചെയ്യുന്നവർ പറയുന്നത്. അല്ല, ഈ കല്ല് വെച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാള് നമ്മുടെ അങ്കമാലിയിലുണ്ട്. അങ്കമാലി മറ്റൂരടുത്ത് ഉണ്ട് ഒരു വിഷവൈദ്യൻ. അദ്ദേഹം ഇപ്പോഴും കല്ല് നിർമ്മിക്കുന്നുണ്ട്, അത് വെച്ച് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഞാൻ അതിന്റെ ഫോട്ടോ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇത് നമ്മുടെ ഇന്റർവ്യൂവിന്റെ സർവേയുടെ ഫോട്ടോസ് ആണ്. ഇതിൻ്റെ അകത്ത് ഈ കല്ല് ഉപയോഗിച്ച് ചെയ്യുന്നവരുണ്ട്.
ഈ അയ്യപ്പൻ വൈദ്യൻ എന്ന് പറയുന്ന അദ്ദേഹം വിഷക്കല്ല് ഉണ്ടാക്കുന്ന ആളാണ്. അദ്ദേഹം അത് പ്രിസർവ് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ഉണ്ടാക്കി സൂക്ഷിക്കുന്നുണ്ട്. എൻ്റെ ഫോട്ടോ താഴെയുണ്ട്. ഇതാണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വിഷക്കല്ല്. അപ്പൊ അത് അദ്ദേഹം ചെറിയൊരു ബോക്സിലാക്കി ഈ കളറിൽ, ഇത് അദ്ദേഹം തന്നെ ഉണ്ടാക്കിയിട്ടുള്ള വിഷക്കല്ലാണ്. അത് ഈ പറയുന്ന പല തരം സംഭവങ്ങൾ അത് ഭസ്മീകരിച്ച് ഒരുമിച്ച് സ്ഫുടം ചെയ്തെടുക്കുന്നതാണ്. അതിന് സാധാരണ രീതിയിൽ ഈ ഒരു കളർ തന്നെയാണ്, ബ്ലാക്ക് കളറിൽ തന്നെയാണ് കാണാറുള്ളത്. ഇത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഇപ്പോഴും ഉള്ളതാണ്. അദ്ദേഹം അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. കേൾക്കുന്നുണ്ടോ സാർ? കേട്ടു. യെസ്, താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. ആൻഡ് ശിവ ടീച്ചർക്കും ജേക്കബ് സാറിനും നമസ്കാരം. താങ്ക് യു ഫോർ ദ പ്രസന്റേഷൻ. താങ്ക് യു. ഹലോ ഡോക്ടർ, കേൾക്കാമോ? ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ഡോക്ടർ ഇറ്റു, ഫസ്റ്റ് ആയിട്ട് കൺഗ്രാറ്റുലേഷൻസ് ഫോർ നൈസ് പ്രസന്റേഷൻ. എനിക്ക് ചോദിക്കാനുള്ളത് ഗ്രന്ഥങ്ങളെ പറ്റിയാണ്. ഡോക്ടർ കുറെ പ്രശസ്തമായ ഗ്രന്ഥങ്ങളുടെ പേരൊക്കെ മെൻഷൻ ചെയ്തല്ലോ. അതിന്റെ കൂടെ ഒരു 38 ബുക്സിനെ പറ്റിയിട്ട് ജസ്റ്റ് മെൻഷൻ ചെയ്തായിരുന്നു. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, ഡോക്ടർ ഈ പ്രശസ്തമായ ഗ്രന്ഥങ്ങളല്ലാതെ വേറെ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ് റെഫർ ചെയ്തത്? പിന്നെ ഏതെല്ലാം സ്ഥലങ്ങളിൽ നിന്നാണ് ഡോക്ടർക്ക് ഇതെല്ലാം റെഫറൻസ് കിട്ടിയതെന്ന് അറിയാനാണ്. ഇപ്പൊ നമ്മള് സാധാരണ നമ്മുടെ ഈ പ്രസന്റേഷനിൽ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ വിശ്വവൈദ്യ ജ്യോത്സ്നിക, പ്രയോഗ സമുച്ചയം, ലക്ഷണാമൃതം തുടങ്ങിയ ഗ്രന്ഥങ്ങളാണ്. ശരിക്കും ഈ കേരളീയ വിശ്വവൈദ്യ പുസ്തകങ്ങളിലൊക്കെ തന്നെ 7 പ്രധാനപ്പെട്ട പുസ്തകങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഒന്ന് ഹരമേഖല, കാലവഞ്ചനം, ഉദ്ദീശം, ഉൽപ്പലം, പിന്നെ അഷ്ടാംഗ ഹൃദയം, ലക്ഷണാമൃതം എന്ന് ഇങ്ങനെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകങ്ങളായിട്ട് പറയുന്നത്. ഇത് കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഒരു ആയുർവേദത്തിലെ ഏതെങ്കിലും ഒരു സ്പെഷ്യാലിറ്റിയിൽ ഏറ്റവും കൂടുതൽ ലിറ്ററേച്ചർ ബുക്കുകൾ പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ളത് വിഷചികിത്സയിലാണ് തീർച്ചയായിട്ടും. കാരണം അത്രമാത്രം പുസ്തകങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ വിഷവൈദ്യ സാരം, വിഷവൈദ്യ സാര സമുച്ചയം, വിഷവൈദ്യ പ്രവേശിക, കോടശ്ശേരി മാർഗം, പിന്നെ പട്ടിവിഷ ചികിത്സാമൃതം തുടങ്ങി അനേകം പുസ്തകങ്ങൾ നമുക്ക് സർവേയിൽ കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കിട്ടുന്ന സോഴ്സുകളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ലൈബ്രറികൾ റെഫർ ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല ലൈബ്രറിയിൽ മാനുസ്ക്രിപ്റ്റുകളുണ്ട്, വിഷചികിത്സയായിട്ട് ബന്ധപ്പെട്ട മാനുസ്ക്രിപ്റ്റ് ഉണ്ട്. പിന്നെ തിരുവനന്തപുരത്ത് TKDL എന്ന് പറയുന്നത് ട്രഡീഷണൽ നോളജ് ഡിജിറ്റൽ ലൈബ്രറി, അത് നമ്മുടെ ISM ഡിപ്പാർട്ട്മെന്റിനോട് ചേർന്ന് തന്നെ ഉള്ളൊരു ഡിജിറ്റൽ ലൈബ്രറി ഉണ്ട്. അവിടെ അവർ മാനുസ്ക്രിപ്റ്റ് പ്രിസർവ് ചെയ്യുന്നുണ്ട്. പിന്നെ തിരുവനന്തപുരത്ത് സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടുന്ന് 2-3 പുസ്തകങ്ങൾ ലഭിച്ചു. പിന്നെ ഒരു പ്രധാനപ്പെട്ട സോഴ്സ് ആണ് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് മ്യൂസിയം ലൈബ്രറി. അവിടെ നമുക്ക് റിസർച്ച് പെർമിഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ മാനുസ്ക്രിപ്റ്റ് റെഫർ ചെയ്യാം. രാജാവ് തന്നെ വിഷചികിത്സകനായിരുന്ന ഒരു രാജവംശം ആയിരുന്നുകൊണ്ട് വളരെ അധികം വിഷചികിത്സയായിട്ട് ബന്ധപ്പെട്ട താളിയോലകൾ നമുക്ക് അവിടുന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് വളരെ നന്നായിട്ട് പ്രിസർവ് ചെയ്തിട്ടുണ്ട്. വിഷചികിത്സയായിട്ട് ബന്ധപ്പെട്ടൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു സോഴ്സാണ് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് മ്യൂസിയം ലൈബ്രറി. പിന്നെ ഉള്ളൊരു പ്രധാനപ്പെട്ട കേന്ദ്രം തൃശ്ശൂരാണ്. തൃശ്ശൂര് കാര്യം പറഞ്ഞാൽ കൊച്ചി രാജവംശത്തിന്റെ ഒരു കാലത്ത് ആസ്ഥാനമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഒത്തിരി ലിറ്ററേച്ചറിന്റെ ഒരു കലവറ തന്നെയാണ് തൃശ്ശൂരിലെ പല ലൈബ്രറികളും. അതിലത് തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ടത് കേരള സാഹിത്യ അക്കാദമി ലൈബ്രറി തന്നെയാണ്. ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുള്ളതും സാഹിത്യ അക്കാദമി ലൈബ്രറിയിൽ നിന്നാണ്.
ഞാൻ ഒരു 4-5 പ്രാവശ്യം അവിടെ പോയിട്ടാണ് എനിക്ക് എല്ലാ ബുക്കുകളും കിട്ടിയത്. കാരണം പലതും 1920-കളിലും 30-കളിലും ഒക്കെ ഇറങ്ങിയ പുസ്തകങ്ങളാണ് അവിടെ വിഷചികിത്സയായിട്ട് ബന്ധപ്പെട്ട് അവർ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. എല്ലാത്തിനും കൃത്യമായിട്ട് കാറ്റലോഗ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്കത് നോക്കിയെടുക്കാനും ഒക്കെ പറ്റും. ഒരു 1970s വരെ കണ്ടിന്യൂസ് ആയിട്ട് പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, അതവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ 70s ശേഷം പിന്നീട് വിഷചികിത്സ ഡിക്ലൈൻ ചെയ്ത് തുടങ്ങിയതോടുകൂടി തന്നെ പബ്ലിക്കേഷൻസും തീരെ കുറഞ്ഞു. പിന്നെ മറ്റൊന്ന്, നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലും നമുക്ക് അനേകം വിഷചികിത്സയായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങൾ ലഭിച്ചു. അപ്പോൾ ഇത്രയും സോഴ്സുകളൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ചത്. പിന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് കേരളത്തിലെ ആയുർവേദ കോളേജുകൾ. കേരളത്തിലെ PG പഠനം ഉള്ള 3 ആയുർവേദ കോളേജുകളുണ്ട്. തിരുവനന്തപുരം ആയുർവേദ കോളേജ്, കോട്ടക്കൽ വൈദ്യരത്ന ആയുർവേദ കോളേജ്, കണ്ണൂർ പറശ്ശിനിക്കടവ് ആയുർവേദ കോളേജ്. ഈ 3 ആയുർവേദ കോളേജുകളുടെയും ലൈബ്രറി, ഡിപ്പാർട്ട്മെന്റ് ലൈബ്രറി വലിയൊരു സോഴ്സ് തന്നെയായിരുന്നു. ഈ ലിറ്റററി സർവേക്ക് നമ്മൾ ഒത്തിരി സഹായിച്ചതാണ് ഈ ലൈബ്രറികൾ. ഇത്രയും സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് നമുക്ക് പുസ്തകങ്ങളെല്ലാം കിട്ടിയത് ലിറ്റററി സർവേക്ക്. ഓക്കെ ഡോക്ടർ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. കൺഗ്രാജുലേഷൻസ്, ബെസ്റ്റ് വിഷസ്. ഹലോ സർ, കേൾക്കാമോ? ഹലോ, കേൾക്കുന്നുണ്ട് സർ, കേൾക്കാം. First of all, I congratulate the scholar for conducting such an extensive study and its presentation. So my doubt is, did you come across any instance revealed by any of the participants by referring their patients to other scholars? Did the participants have any such practice of referring their patients to their fellow men? Sir, they revealed it. In severe cases of envenomation, if they think they cannot manage the cases themselves, they have referred to nearby centers or fellow Vishwavaidyas, and most of them have referred to Kannur Paparisheri Vishwavitsa Kendram, those who are residing in and around Kannur and Kasaragod district. Like that, they used to refer difficult cases to other centers. They have revealed like that itself. Okay. And regarding tribal practitioners, they use Nagavadala, Kirikadang, etc. Whether these medicines are used nowadays? They say that they are using it, but we didn't see those drugs. They said that they are still using it for practice. Surprisingly, the chances of snakebite envenomation is very much in the forest region, but they are not reporting it to the hospital. So we can assume that they are managing all these snakebite cases themselves using the very efficient medicines available in the forest, tribal medicines. Okay. However, your study shows that you have an incessant crave towards acquiring knowledge in the field of Agada Tantra, and definitely your work will be an asset to the existing knowledge in this field of Ayurveda. Thank you very much. Any questions ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഹലോ, പറഞ്ഞോളൂ. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ. ഡോക്ടർ, പഴയകാല വീടുകളിൽ അനുബന്ധപ്പെട്ട് ഈ സർപ്പക്കാവുകൾ സിസ്റ്റം സംരക്ഷണമായിട്ട് മാത്രം ബന്ധപ്പെട്ടതാണോ അതിനെന്തെങ്കിലും സയന്റിഫിക്? സർപ്പക്കാവുകളെ പറ്റിയിട്ടാണോ ചോദിച്ചത്? അതെ സർ, അതെ.
സർപ്പക്കാവ് കേരളത്തിൽ വളരെയധികം പോപ്പുലർ ആണ്. കാര്യം അതിന് ഒരു 3-4 കാരണങ്ങളുണ്ട് കേരളത്തിൽ അത് ഇത്രയും പോപ്പുലർ ആവാനായിട്ടുള്ളത്. ഒന്ന് ഒരു ഭയം കൊണ്ടുള്ളതാണെന്നാണ് അതിന്റെ ഒരു ഒബ്സർവേഷൻ. കേരളത്തിൽ വളരെയധികം പാമ്പുകളുള്ള സ്ഥലമാണ്. അത് സ്നേക്ക് ബൈറ്റ്, സ്നേക്കിന്റെ പ്രൊഡോമിനൻസ് വളരെയധികം കൂടിയ സ്ഥലമാണ്. അതുകൊണ്ടാണ് നമ്മൾ സഹ്യാദ്രി അദ്രി എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഇവിടെ അധികം പാമ്പുകൾ ഉണ്ടായിരുന്ന സ്ഥലമായതുകൊണ്ടാണ്. ഇവയ്ക്കൊക്കെ ഇരിക്കാനായിട്ട് സുരക്ഷിതമായിട്ടൊരു സ്ഥലം ഓരോ വീട്ടിലും കണ്ടെത്തേണ്ടത് ഒരു അത്യാവശ്യമായിരുന്നു. അല്ലെങ്കിൽ അവർ മനുഷ്യൻ ജീവിക്കുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ വന്ന് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ പഴയ എല്ലാ വീടുകളിലും പുരയിടങ്ങളിലും ഒരു ഭാഗം ഈ സർപ്പങ്ങൾക്കും മറ്റ് അതുപോലെയുള്ള ജീവികൾക്കും വസിക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് അതിൻ്റെ അകത്ത് ഒന്നാമത്തെ ഒരു ഫാക്ടർ. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില വിശ്വാസങ്ങളുണ്ട്. അത് ഈ സർപ്പങ്ങൾ നിധി കാക്കുന്നവരാണ് എന്നൊക്കെ ഉള്ളൊരു മിത്ത് നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സമ്പത്തിന് വേണ്ടിയിട്ട് സർപ്പങ്ങളെ ആരാധിക്കുന്നവരുണ്ട്. പിന്നെ ഒന്ന് സന്താന സൗഭാഗ്യത്തിന് വേണ്ടി ചെയ്യുന്നവരുണ്ട്. അതായത് ഈ കേരളത്തിലെ ഒരു ഐതിഹ്യം വെച്ചിട്ട് ഈ പരശുരാമൻ മഴുവെറിഞ്ഞ് ഉണ്ടാക്കിയതാണ് എന്നുള്ളൊരു കഥ അനുസരിച്ച് ആദ്യം ഉണ്ടായ കേരളം വളരെ സലൈനായിരുന്നു. സമുദ്രത്തിൽ നിന്നുണ്ടായതുകൊണ്ടായതുകൊണ്ട് സലൈനിറ്റി വളരെ കൂടുതലായിരുന്നു. ആ കേരളത്തിനെ ഫെർട്ടൈലാക്കി മാറ്റിയത് ഇവിടുത്തെ ഈ പാമ്പിന്റെ വെനം കൊണ്ടാണ്, സർപ്പവിഷം കൊണ്ടാണ് എന്നാണ് ഒരു ഐതിഹ്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പാമ്പുകളുടെ ഫെർട്ടിലിറ്റി ആയിട്ട് വലിയൊരു ബന്ധം കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇൻഫെർട്ടിലിറ്റിക്ക് ചികിത്സ തേടുന്നവരോട് സർപ്പങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിനും സർപ്പങ്ങളെ ആരാധിക്കുന്നതിനും ആയിട്ട് നിർദ്ദേശിക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ സമൂഹത്തിൽ നിലവിൽ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, ചെറുതായിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ വിശ്വാസപരമായിട്ടുള്ളതും എക്കോളജിക്കലുമായിട്ടുമുള്ള പല ഫാക്ടേഴ്സ് ഈ സർപ്പാരാധനയും സർപ്പക്കാവുമായിട്ട് ബന്ധപ്പെട്ട് കേരളീയ സമൂഹത്തിൽ ഉണ്ടായിരുന്നു, ഇപ്പോഴും നിലവിലുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ, താങ്ക് യു സർ. ഹലോ സർ. പറഞ്ഞോളൂ. ഹലോ സർ. സർ കേൾക്കാമോ? ഹലോ സർ, കേൾക്കാമോ? സർ, എനിക്ക് ചോദിക്കാനുള്ളതേ, ആയുർവേദ ഗ്രന്ഥങ്ങളിലൊക്കെ കുഷ്ഠത്തിനും വന്ധ്യത്വം, മനോരോഗം ഇതിന്റെയൊക്കെ നിദാനങ്ങളുടെ കൂട്ടത്തില് നാഗശാപം ഒരു കാരണമായിട്ട് പറയാറുണ്ട്. അപ്പൊ അതിനെന്തെങ്കിലും ഒരു ശാസ്ത്രീയമായ വിശദീകരണം ഉണ്ടോന്ന് അറിയാനാണ്. അപ്പൊ ഇതിനകത്തൊക്കെ ഈ നിദാനത്തിൽ പറഞ്ഞിരിക്കുന്ന കുഷ്ഠത്തിന്റെ നിദാനത്തിൽ പാപകർമ്മത പറയുന്നുണ്ട്, അങ്ങനെയുള്ള ചില ഫാക്ടേഴ്സ് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ കുഷ്ഠരോഗം അല്ലെങ്കിൽ സ്കിൻ ഡിസീസിന്റെ അകത്ത് ഒരു സൈക്കോളജിക്കൽ ഫാക്ടർ ഉള്ള ഒരു അസുഖമാണ് പലപ്പോഴും. കാരണം ഇവർക്ക് സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷനൊക്കെ കൂടുന്ന സമയത്ത് ഈ സ്കിൻ ലീഷൻസ് അഗ്രിവേറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ലീഷൻസ് കൂടുമ്പോൾ പിന്നെ അവർക്ക് ഒരു മെന്റൽ സ്ട്രെയിൻ കൂടുകയും ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു മാനസിക ചികിത്സ അല്ലെങ്കിൽ ഒരു ദൈവോപാശ്രയ ചികിത്സ എന്ന് പറയുന്നത് സ്കിൻ ഡിസീസിന്റെ ട്രീറ്റ്മെന്റിലാണെങ്കിലും പിന്നെ വംശതയുടെ ചികിത്സയിലാണെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റില് അപ്പോൾ ഒരു വിശ്വാസമുള്ള ഒരാൾക്ക് ഒരു ആരാധനാലയത്തിൽ പോയിട്ട് അല്ലെങ്കിൽ സർപ്പത്തിനെ പ്രീതിപ്പെടുത്തുക അല്ലെങ്കിൽ സർപ്പാരാധന ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് വിശ്വാസപരമായിട്ട് ഒത്തിരി ഒരു പോസിറ്റീവ് ഒരു എഫക്റ്റ് ഉണ്ടാവും. അത് തീർച്ചയായിട്ടും ഈ ട്രീറ്റ്മെന്റിൽ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. അങ്ങനെ ഒരു ആസ്പെക്റ്റ് ആയിരിക്കും ആ ഒരു സമീപനത്തിന് പുറകിൽ ഉണ്ടാവുന്നത്. സർ, ഈ വിശ്വവൈദ്യന്മാരെ പ്രതിഫലം കൂടാതെയാണ് ചികിത്സിക്കുന്നത് കേട്ടിട്ടുണ്ട്. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? അവര് സാധാരണ പ്രതിഫലം മേടിക്കാറില്ല. കാരണം എന്താ? കാരണം ഈ വിഷചികിത്സ ഫ്രീ ആയിട്ട് ചെയ്യണം എന്നാണ് പലരുടെയും ഗുരുനാഥന്മാരും ഒക്കെ അഡ്വൈസ് ചെയ്തിട്ടുള്ളത്. അതിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരാള് പാമ്പ് കടിക്കുന്നത് അത് പ്രകൃതിയുടെ ഒരു തീരുമാനം ആയിട്ട് അല്ലെങ്കിൽ അയാൾ മരിക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ട് പാമ്പ് കടിക്കുന്നതാണ് എന്ന ഒരു വിശ്വാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അയാളുടെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി എടുക്കുകയാണ് വൈദ്യൻ. ഏറ്റവും വലിയ കാഷ്വാലിറ്റിയിൽ നിന്നാണ് രക്ഷപ്പെടുത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അയാളുടെ ജീവനെ രക്ഷപ്പെടുത്തുകയാണ്. ആ രക്ഷിച്ചെടുത്ത ജീവന് ഒരു വില ഇടാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് വിഷചികിത്സ ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാവുള്ളൂ എന്ന് പല ഗുരുക്കന്മാരും വാശി പിടിക്കാറുണ്ട്. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണ്ടത്തെ കാലത്ത് ഒരു 1960s ഉണ്ടായിരുന്ന വിഷചികിത്സ ചെയ്തുകൊണ്ടിരുന്ന ഫാമിലിയിലെല്ലാം വലിയ പ്രഭു കുടുംബങ്ങളായിരുന്നു. വലിയ
പ്രഭു കുടുംബങ്ങളിൽ ഏതെങ്കിലും മിടുക്കനായിട്ടുള്ള ഒരാൾ വിഷചികിത്സ ചെയ്യാനായിട്ട് അവരെ ഏൽപ്പിക്കും. അയാൾ വേറെ വീട്ടിലേക്കൊന്നും സമ്പാദ്യം ഒന്നും കൊണ്ടിട്ടില്ല, വിഷചികിത്സ മാത്രം ചെയ്താൽ മതി. അയാൾ കല്യാണം കഴിക്കാറില്ല, കുടുംബം ഉണ്ടാവില്ല. കാരണം വിഷചികിത്സ ചെയ്യുന്നതിന്റെ ഇൽ എഫക്ട്സ് അയാളുടെ കുടുംബത്തെയും പരമ്പരകളൊക്കെ ബാധിക്കും എന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ സാധാരണ അവർ കല്യാണം കഴിക്കാതെ ബ്രഹ്മചാരികളായിട്ട് നിർത്തിയിട്ടാണ് ചെയ്യുക. ഇവർക്കൊന്നും വേറെ പൈസയുടെ ആവശ്യം അങ്ങനെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവര് അത് അങ്ങനെ ഒരു പ്രശ്നമായിരുന്നില്ല അന്നത്തെ കാലത്ത്. പക്ഷെ പിന്നീട് അവരുടെ പിന്നെയുള്ള തലമുറ വന്നപ്പോഴത്തേക്കും അവർക്ക് പൈസ മേടിക്കാതെ ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടായിട്ട് മാറി. അപ്പൊ ഇങ്ങനെയുള്ള ചില വിശ്വാസങ്ങളും സാമൂഹികപരമായ കാരണങ്ങളൊക്കെ ആയിരിക്കാം അതിന്റെ പിറകിലുള്ളത്. ഹലോ സർ, കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. അകതന്ത്രം പോലുള്ള ഒരു ഒത്തിരി നിഗൂഢം നിറഞ്ഞത് അതുപോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക്സിനെ സാർ നല്ല സിമ്പിളായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ക്വസ്റ്റ്യൻ മന്ത്രചികിത്സയെ പറ്റിയാണ്. മന്ത്രചികിത്സ തെറ്റായി അനുഷ്ഠിച്ചാൽ ശാപം ഉണ്ടാവും, അല്ലെങ്കിൽ പല ആപത്തുകൾക്ക് കാരണമാകുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടോ, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ അതിൽ സത്യമുണ്ടോ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? മന്ത്രചികിത്സയെ സംബന്ധിച്ചിടത്തോളം അത് എഫക്റ്റീവ് ആണെന്ന് ഒരു കുറച്ച് ശതമാനം പാർട്ടിസിപ്പൻസ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ മന്ത്രചികിത്സ ഒരു എനർജി പാക്കറ്റ് പോലെ ചില വിക്ടിംസിൽ ആക്ട് ചെയ്യാറുണ്ട്. അതിൽ വിശ്വാസം ഉള്ളവരിൽ അത് ഭയങ്കര എഫക്റ്റ് ഉണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം ആയുർവേദ കോളേജിൽ പോലും അവിടെ റിട്ടയർ ചെയ്ത പ്രൊഫസർമാരോടൊക്കെ നമ്മൾ സംസാരിച്ചപ്പോൾ അവിടെ ഒരു തൃക്കാരൂർ ശിവരാമയ്യർ എന്ന് പറയുന്ന ഒരു സീനിയർ ഒരു ഫാക്കൽറ്റി ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ ഈ 70s മന്ത്രചികിത്സ ചെയ്ത് പേഷ്യന്റിനെ അല്ലെങ്കിൽ പാമ്പ് കടിച്ച് വന്നിട്ടുള്ള ആളെ തിരിച്ച് റെഡിയാക്കി എടുത്ത് കൊണ്ടുവന്നിട്ടുള്ളതായിട്ട് അവർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് അങ്ങനെ ഒരു വിശ്വാസം ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമായിരിക്കാം. പിന്നെ പലരും ഇത് ഉപയോഗിക്കാത്ത ഒരു പേടി ഉള്ളത് കൊണ്ടാണ്. കാരണം ഇതിൻ്റെ അകത്തൊരു 4 തരം ശാപത്തിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. കാരണം ഇൻജുഡീഷ്യസ് യൂസ് ഓഫ് മന്ത്രങ്ങൾ തെറ്റായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ, ചില പ്രത്യേക മന്ത്രങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ 4 തരത്തിലുള്ള ശാപം. ഒന്ന് ഭാര്യ വിയോഗം, ഭാര്യയുടെ മരണം. പിന്നെ ഒന്ന് പുത്രന്റെ മരണം അല്ലെങ്കിൽ പുത്ര നാശം. പിന്നെ ദാരിദ്ര്യം ഉണ്ടാവും എന്ന് പറയുന്നു. പിന്നെ മറ്റൊന്ന് മാറാ രോഗങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ ചിലവര് പേടിച്ചിട്ട് ഈ മന്ത്രങ്ങളിലേക്ക് അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ഈ മന്ത്രം ചൊല്ലി പാമ്പിനെ വിളിച്ചു വരുത്തി വിഷവർക്ക് അങ്ങനെയുള്ള ചില ഒരു മിത്തൊക്കെ ഇതിൻ്റെ അകത്ത് പോപ്പുലറാണ്. പക്ഷെ അതൊന്നും ആരും കണ്ടിട്ടുള്ളതായിട്ട് നമ്മൾ സ്റ്റഡിയിൽ കണ്ടിട്ടില്ല. എല്ലാവർക്കും അങ്ങനെ പറഞ്ഞു കേട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. ക്വസ്റ്റ്യൻസ് കഴിഞ്ഞൊന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ഇവാലുവേറ്റേഴ്സിന്റെ റിപ്പോർട്ടും അതിനെക്കുറിച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇവാലുവേറ്റേഴ്സിന്റെ റിപ്പോർട്ട് നോക്കി കഴിഞ്ഞപ്പോൾ ഡോക്ടർ അഞ്ചേരി, ഡോക്ടർ ഇട്ടൂപ്പിന്റെ കുറെ കോൺട്രിബ്യൂഷൻസ് ഇൻ ഊത്ത് ചികിത്സ, പ്രതിവിഷ ചികിത്സ, ഒറ്റമൂലി, ദൂതലക്ഷണം, യോഗ, മന്ത്രം, ധാര, ഇതിലെല്ലാം വളരെ നല്ല രീതിയിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ട് തന്നിട്ടുണ്ട്. അത് ഈ അഗതതന്ത്ര ആ ഒരു ഫ്രെറ്റേണിറ്റിയിൽ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഇവാലുവേറ്റേഴ്സിന്റെ അഭിപ്രായം. അതുപോലെ തന്നെ ഈ വിഷഹര ഡ്രഗ്സിനെ കുറിച്ചിട്ടുള്ള വളരെ നല്ല ഒരു ഡിസ്ക്രിപ്ഷൻ അദ്ദേഹം നൽകിയിട്ടുണ്ട്. അത് കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ സ്പ്രെഡ് ചെയ്യാനായിട്ട് നമുക്ക് അതിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും അതിന്റെ യൂസ് എന്നുള്ള ഒരു കണ്ടെത്തൽ അദ്ദേഹം അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഇപ്പോ നമ്മളുടെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിലൊക്കെ അതിന് വളരെയധികം നമുക്ക് അതിനെ ഒരുപാട് നല്ല രീതിയിൽ അതിനെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്ന് പറയുന്നത് നല്ലൊരു കണ്ടെത്തൽ തന്നെയാണ്. അതുപോലെ തന്നെ ആ ഓൾഡ് ട്രഡീഷണൽ നോളജ് പുതിയ തലമുറയിലേക്ക് കൊണ്ടുവരാനും അത് ഉപയോഗപ്പെടുത്താനുമുള്ള ഒരുപാട് സജഷൻസ് തന്നിട്ടുള്ളതും ഇവാലുവേറ്റേഴ്സ് വളരെയധികം പ്രശംസിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ എല്ലാം ഒരു നക്ഷൽ നോക്കുകയാണെങ്കിൽ എനിക്കിനി റിസൾട്ട് പറയേണ്ട ഒരു സമയമാണ്. വളരെ സന്തോഷമുണ്ട് അത്തരത്തിലൊരു റിസൾട്ട് പറയാൻ എനിക്ക് സാധിച്ചതിൽ. ആൻഡ് ബേസ്ഡ് ഓൺ ദ റിപ്പോർട്ട്സ് ഓഫ് ഇവാലുവേറ്റേഴ്സ് ആൻഡ് വൈവ OC and the open defense conducted today, I declare that Dr. Ittup J. Anjeri is passed for the award of PhD in Ayurveda. Congratulations, Doctor. ഇനിയും ഡോക്ടറുടെ ഭാഗത്തു നിന്ന്
വളരെയധികം പ്രവർത്തനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഒരുപാട് വലിയൊരു വർക്കാണ് ചെയ്തത്. കുറേ അതിനുവേണ്ടി ഒരുപാട് എഫേർട്ട് ഡോക്ടർ എടുത്തിട്ടുണ്ട്. അതിൽ ഈ കഴിഞ്ഞ അവസരങ്ങളിലെല്ലാം ഒരുപാട് പേരോട് എന്തെങ്കിലും അദ്ദേഹത്തിന് പറയാനുണ്ടായിരിക്കും. അപ്പോൾ അതിനൊരു ചെറിയ അവസരം കൊടുക്കുകയാണ്. ഡോക്ടർ ഇട്ടു പിന്നെ 2 വാക്ക് സംസാരിക്കാം. വളരെയധികം നന്ദി മാഡം. എനിക്ക് 2017 ഈ സ്റ്റഡി ആരംഭിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സമാപന ദിവസം എനിക്ക് നന്ദി പറയേണ്ട ഒത്തിരി ആൾക്കാരുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആള് എൻ്റെ ഗൈഡ് ഡോക്ടർ ജേക്കബ് തോമസ് സാറ് തന്നെയാണ്. സാറാണ് സ്റ്റഡി തുടങ്ങിയ സമയം മുതലേ ഞാൻ മുമ്പ് തന്നെ ഈ സ്റ്റഡിയെ പറ്റി നല്ലൊരു ധാരണ ഉണ്ടാക്കി തന്ന് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഗൈഡൻസ് തന്ന് എല്ലാ സപ്പോർട്ടും നൽകി നമുക്ക് നല്ല പിന്തുണ നൽകിയത് ജേക്കബ് സാറാണ്. അപ്പോൾ സാറിനോടുള്ള നന്ദി ആദ്യമേ അറിയിച്ചു കൊടുക്കും. പിന്നെ അഡ്ജുഡിക്കേറ്റേഴ്സ് ബോർഡിൻ്റെ ചെയർപേഴ്സണായിട്ടുള്ള ഷീബ ടീച്ചർ നേരത്തെ അറിയാം. ടീച്ചറും വളരെ സപ്പോർട്ടീവായിട്ട് പിന്നെ അത് വന്ന് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകി ഇവിടെ നേരിട്ട് പങ്കെടുത്തു. ടീച്ചറോടുള്ള പ്രത്യേകം അറിയിക്കുന്നു. പിന്നെ നമ്മുടെ സംസ്കൃത സർവകലാശാല അധികാരികളും നമ്മുടെ BBC രജിസ്ട്രാർ, ഇവിടുത്തെ അധ്യാപക ജീവനക്കാർ, ഇവരൊക്കെ എല്ലാ രീതിയിലും നമ്മളെ സ്റ്റഡി കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ട സഹായങ്ങൾ ചെയ്ത് സാഹചര്യം ഒരുക്കി തന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ HOD സത്യൻ സാറ് ചാർജ് എടുത്തിട്ട് അധികം നാളായില്ല, പക്ഷെ ചാർജ് എടുത്തിട്ട് അന്ന് മുതൽ എല്ലാ രീതിയിലും സാറ് നമ്മുടെ ഈ വർക്കിന് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തു തന്ന് പ്രത്യേകമുള്ള സത്യൻ സാറായിട്ട് നമ്മുടെ കൂടെ വന്നു. സാറിനോടുള്ള നല്ല പ്രത്യേകം കൊടുക്കുന്നു. കൂടാതെ നമ്മുടെ സ്റ്റഡിക്ക് വേണ്ട എക്സ്റ്റേണൽ എക്സ്പെർട്സ് ആയിട്ട് നിന്ന നമ്മുടെ കോട്ടക്കൽ ആയുർവേദ കോളേജിലെ ജോർജ് സാറ്, വിനീൽ സാറ്, ആയുർവേദ കോളേജിലെ വിനീൽ സാറ് മുതലായ ഫാക്കൽറ്റീസിനോടുള്ള നന്ദി പറഞ്ഞാൽ തീരാത്തതാണ്. മാത്രമല്ല കേരളത്തിലെ 3 ആയുർവേദ കോളേജുകൾ PG സ്റ്റഡിയുള്ള ആയുർവേദ കോളേജിലെ അമിത ഫാക്കൽറ്റീസ് അത് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ജോലി ചെയ്യുന്ന ഏറ്റുമാനൂർ പ്രാദേശിക കേന്ദ്രത്തിലെ ഡയറക്ടർ ചന്ദ്രവരൻ ടീച്ചറും എൻ്റെ കൊളീഗ്സ് ആയിട്ടുള്ള ഡോക്ടർ സുനിത്യ, അതുപോലെ തന്നെ അവിടുത്തെ മറ്റ് അധ്യാപക സുഹൃത്തുക്കളും ഒക്കെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അവരൊക്കെയുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. നമ്മുടെ ആയുർവേദ കോളേജിലെ കൊളീഗ്സിനോടുള്ള നന്ദിയും രേഖപ്പെടുത്താൻ അവസരം ലഭിക്കുന്നു. പിന്നെ നമ്മുടെ കാലടി യൂണിവേഴ്സിറ്റിയിലെ തന്നെ മറ്റു വിഭാഗങ്ങളിൽ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിലെ സുരേഷൻ ടീച്ചറുണ്ട്, മലയാളം ഡിപ്പാർട്ട്മെന്റ് മുതലായവരൊക്കെ ഈ സ്റ്റഡി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അവരോടൊക്കെ നന്ദി പറയാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. അവരെ കൂടാതെ ഇവിടുത്തെ എൻ്റെ സീനിയേഴ്സ് ഡോക്ടർ ബിനോയ്, ഡോക്ടർ മായ, ഡോക്ടർ ശിവശ്രീ മുതലായവരോടൊക്കെയുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. സുഹൃത്തുക്കൾ പല സ്ഥലത്തും ഈ സർവേ സ്റ്റഡിക്ക് പോയപ്പോഴാണെങ്കിലും കേരളത്തിലെമ്പാടുമുള്ള സുഹൃത്തുക്കൾ അതിന് വേണ്ട സൗകര്യങ്ങൾ അവിടെ ഉണ്ടാക്കി തന്നു, അതിന് വേണ്ട പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കി തന്നു. അവരോടുള്ള നന്ദി അറിയിക്കുന്നു. വിദ്യാർത്ഥികൾ ഡയറക്റ്റായിട്ടും ഓൺലൈനായിട്ടും ഇതിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ, അതിൽ തന്നെ പ്രത്യേകിച്ച് നാജിലിൽ എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻ്റാണ് എൻ്റെ കൂടെ സർവേക്ക് എല്ലാ സ്ഥലത്തും വന്ന് ഇതിൻ്റെ ഒരു ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആയിട്ട് അതുപോലെ ഉണ്ടായിരുന്നു. എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. അവസാനമായിട്ട് എൻ്റെ ഫാമിലി, അമ്മയും സഹോദരനും ഭാര്യയും കുട്ടികളുമൊക്കെ നിസ്സീമമായ സപ്പോർട്ടാണ് ഈ സ്റ്റഡിയിലുള്ളതുള്ള നൽകിയിട്ടുള്ളത്. അവരോടൊക്കെയുള്ള നന്ദി അറിയിക്കുന്നു. സ്റ്റഡിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നേരിട്ടും അല്ലാതെയും നൽകിയ എല്ലാവരോടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു ഡോക്ടർ. ഇനി അടുത്തത് നന്ദി പ്രകാശിപ്പിക്കാന്നുള്ള ഒരു ഇതാണ്. അതിൻ്റെ ഞാൻ സൂപ്പർവൈസിംഗ് ഗൈഡ്, former HOD, Department of Ayurveda, Sri Shankaracharya University of Sanskrit, Dr. Jacob Sarne. Dear participants, as the supervising teacher of this research work, I think it is a noble effort by Dr. Ittu, bringing the essence of our traditional knowledge to the mainstream medicine. I think Dr. Ittu has done it very well. And also I utilize this occasion to invite you
I also utilize this occasion to invite you for the motivational speech, which is scheduled to be held in the month of March, next month, as a webinar by Madam Shruti Shibulal. He is the corporate CEO of the Tamara Group. It is one of the leading wellness stakeholder in India, which is headed by the Shruti Shibulal. He is the daughter of the famous technocrat Mr. Shibulal. The topic is the wellness in the future medicine. So this is our regular motivational speech to our students of postgraduate diploma in wellness and spa management and the diploma in Ayurveda Panchakarma and International Spa Therapy. And I hope we can share the link and the schedule to you shortly. And finally, on behalf of the University and the Department of Ayurveda, and on behalf of the Dr. Shiba, the chairperson of the Board of Adjudicators, Dr. Satyan, head of the department, Dr. Ituk, Dr. Sudhitya, and the students of the diploma program in Wellness and Spa Management, Ayurveda and International Spa Therapy, I extend a word of thanks to one and all, and the university, the technical staff, all other the office staff who supported this research work, and thank you all. Meeting അവസാനിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു.